പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യനാമത്തിൽ ക്രിസ്ത്യൻ ലൈഫ് മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ കുടുംബമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പിന്നിട്ട പാതകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത്രയധികം കഷ്ടതകൾ അഭിമുഖീകരിക്കുന്നുവെന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ടാകില്ല. പക്ഷേ അതെല്ലാം ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്ന് നാളുകൾ കഴിയുമ്പോൾ നമുക്ക് സ്വയം വ്യക്തമാകും. പാസ്റ്റർ രാജിൻ്റെയും ഭാര്യ ഡോളിയുടെയും ജീവിതത്തിൽ ഇന്നലകളിൽ അഭിമുഖീകരിച്ച പ്രതിസന്ധികളുടെ നാളുകളിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ജീവിതത്തിലെ വഴിത്തിരിവിൻ്റെ ആ നാളുകളെക്കുറിച്ച് ഈ കുടുംബം ഓർത്തെടുക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നേ ദിവസം നിങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത മഹാ അത്ഭുത സാക്ഷ്യവുമായിട്ട് കടന്നു വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ലൈവ് മീഡിയയോടുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ താഴ്മയോടും ക്ഷമയോടും കൂടെ ചില നിമിഷങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളെ ചെറിയ തോതിൽ തുടങ്ങാം. ബാല്യകാലത്തിൽ എങ്ങനെയായിരുന്നു ജീവിതത്തിൻ്റെ ഒരു യാത്ര? ഒരു മാരേജ് സമയം വരെയുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഒരു അനുഭവം പറയുകയാണെങ്കിൽ വളരെ പ്രയോജനം. ദൈവനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഞാനൊരു ക്രിസ്ത്യ കുടുംബത്തിൽ തന്നെ ജനിച്ച് വളർത്തപ്പെടാൻ ദൈവം സകൃപ തന്നു, സഹായിച്ചു. എൻ്റെ പാരൻസ് സുവിശേഷ വേലക്കാരാണ്. 1960s കേരളം വിട്ട് കർണാടകയിൽ ഗ്രാമപ്രദേശങ്ങളിൽ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ അവർ വരുവാനും അവിടെ ഉൾഗ്രാമങ്ങളിൽ അവിടെ അനേക ജനങ്ങളെ സന്ദർശിക്കുവാനും വിശ്വാസ അനേകരെ കൊണ്ടുവരാനൊക്കെ ദൈവം കൃപ കൊടുത്തു. കർണാടകയിലെ അപ്പോസ്തലന്മാരിൽ ഒരാൾ എൻ്റെ പിതാവൻ പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അവരില്ല. ഞങ്ങൾ 3 മക്കളാണ്. ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് കഷ്ടങ്ങളിൽ കൂടി, അറിയാമല്ലോ, ഗ്രാമപ്രദേശത്തിലെ സുവിശേഷ വേലയാണ്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടങ്ങളിലും ദാരിദ്ര്യത്തിൽ തന്നെ ഞങ്ങൾ വളർന്നു. എങ്കിലും ആത്മീയ വിഷയത്തിൽ വളരെ സമ്പന്നരായി വളരാൻ ദൈവം സഹായിച്ചെന്ന് വെച്ചാൽ പ്രാർത്ഥന, ആരാധന, ഉപവാസം എന്നീ വിഷയത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടിരുന്നായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ആവശ്യമുണ്ടല്ലോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ആദ്യം യേശുപ്പച്ചനോട് പോയി മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, പിന്നെ പപ്പായോടും മമ്മിയോടും പറഞ്ഞാൽ മതി എന്നുള്ള ഒരു കോൺസെപ്റ്റായിരുന്നു പാരൻസിന്. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ആരാധിക്കാനും നല്ലൊരു ട്രെയിനിങ് കിട്ടിയതായിരുന്നു. അതൊരു വലിയൊരു പ്രയോജനമായി ഞങ്ങൾക്ക് 3 പേർക്കും. പക്ഷേങ്കിൽ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഞെരുക്കങ്ങൾ ഒരുപാട് ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അനുഭവിച്ചത് കൊണ്ട് വിചാരിച്ചു, ഞങ്ങൾ 3 മക്കൾ 3 പേരും തീരുമാനിച്ചത് ജോലിയോടുള്ള ബന്ധത്തിലുള്ള സുവിശേഷ വേല മതി എന്ന് ഞങ്ങൾ 3 പേരും തീരുമാനിച്ചു. അങ്ങനെ വിശേഷ വേല ചെയ്യണം, പക്ഷേ പാർട്ട് ടൈം ആയിട്ട് ചെയ്യണം എന്നുള്ള ചെറുപ്രായത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 10th PDC കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ ചെയ്യുന്നതിനും അമ്മയുടെ ഒരു അഡ്വൈസ് ആയിരുന്നു നഴ്സിംഗ് ഫീൽഡ് തിരഞ്ഞെടുക്കുക. അപ്പം സ്പിരിച്വലും ഫൈനാൻഷ്യലും രണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയി. നഴ്സിംഗിൻ്റെ 95 എൻ്റെ പഠിത്തം കഴിഞ്ഞു. 96 ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ ബാംഗ്ലൂരിൽ വന്നു. 97 പാസ്വേർഡ് എൻ്റെ വിവാഹം. അതിന് പാസ് തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. ചെറുപ്രായത്തിലെ വീട്ടിൽ ഞാൻ കാണുമ്പോൾ ഉണ്ടല്ലോ, പപ്പായും മമ്മിയും ആണെങ്കിലും ഇങ്ങനെ ജാതികളുടെ ഇടയിൽ പോവുകയും ഗ്രാമപ്രദേശങ്ങളിൽ പോവുകയും സുവിശേഷം പറയുകയും ആത്മാക്കളുടെയും പാപത്തിൽ നിന്ന് ജനത്തിൻ്റെ മാനസാന്തരവും രോഗസൗഖ്യവും ഭൂതബാധിതർക്കുള്ള വിടുതലുകളും അങ്ങനെയൊക്കെ ഇത് കണ്ട് ഞാനും മനസ്സിൽ നിശ്ചയിച്ചു, വലുതായാലും ദേവദാസിനെ കല്യാണം കഴിക്കണം, ഈ രീതിയിലുള്ള ആത്മാക്കളെ എനിക്ക് ഈ രീതിയിലുള്ള സുവിശേഷ വേല എനിക്കും ചെയ്യണമെന്നുള്ള താല്പര്യം എൻ്റെ ചിന്ത മനസ്സിലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ദാരിദ്ര്യ നിമിത്തം ജോലി ചെയ്യാനുള്ള അത് വേണം, ഇത് 2 കൂടിയായിരുന്നു എനിക്ക്. അങ്ങനെ ഫൈനലി 97 ഒരു പാസ്പോർട്ടുള്ള എൻ്റെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സഭയും ഉണ്ടായിരുന്നു. ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. അതാണ് എൻ്റെ ബാല്യകാലങ്ങളിലെ കാര്യങ്ങളൊക്കെ. ബാല്യകാലം എങ്ങനെയൊക്കെയോ അങ്ങ് പോയി.
എന്നാൽ വളരെ പ്രതീക്ഷയോടെ, വളരെ താല്പര്യത്തോടു കൂടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങളെയും ഉത്തരവാദിത്വവും അവരെ രണ്ട് കുടുംബങ്ങളെയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു, കാരണം രണ്ട് കുടുംബങ്ങളും സാമ്പത്തികമായിട്ട് അത്ര സൗണ്ട് അല്ലായിരുന്നു. അപ്പോൾ സ്വന്തം വീടായാലും ഹസ്ബൻഡിൻ്റെ വീടായാലും ശുശ്രൂഷയാണെങ്കിൽ പോലും ജോലിയോടുള്ള ബന്ധത്തിലും അവർക്കൊരു കൈത്താങ്ങായി നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നുള്ള വലിയ താല്പര്യത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷേ എല്ലാവർക്കും ഉള്ള ന്യായമായ അവകാശങ്ങൾ പലപ്പോഴും ലഭിക്കാൻ കഴിയാതെ ആ വിവാഹ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ജീവിതം ഒരു വല്ലാത്ത പരീക്ഷണങ്ങളിലൂടെയും ശോധനകളിലൂടെയും, വേണ്ടി വന്നാൽ ഒരു ദുരന്തമെന്ന് പറഞ്ഞാലും നമുക്ക് അതിന് വേറൊരു വാക്കില്ല, ആ ഒരു പ്രതിസന്ധിയാണ്. ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്, ഒരു മനുഷ്യൻ്റെ മുകളിലൂടെ ഒരു സൈക്കിൾ കയറിപ്പോയാൽ അവൻ എങ്ങനെയൊക്കെ രക്ഷപ്പെടും. പക്ഷെ ഒരു ബുൾഡോസർ കയറിപ്പോയാൽ പിന്നെ ബാക്കി കാണത്തില്ല. അപ്പം ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങനൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പോൾ ആ ഒരു വിഷയങ്ങൾ എങ്ങനെയാണ് അസുഖം വരുന്നത്, അസുഖത്തിലൂടെയുള്ള യാത്രകൾ, ദൈവം നടത്തിയ വിധങ്ങൾ ഒക്കെ ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇച്ചിലൂടെ പ്രേക്ഷകർക്ക് അത് ഇച്ചിലൂടെ അനുഗ്രഹമാണ്. അതെ, അത് സത്യമാണ്. പറഞ്ഞതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലൂടെ കാലുവെച്ചത് വളരെ ഒത്തിരി സ്വപ്നങ്ങളോടുകൂടിയാണ് കാലുവെച്ചത്. എന്ന് പറഞ്ഞാൽ രണ്ട് വീട്ടിലും ഫൈനാൻഷ്യൽ സൗണ്ട് അല്ലായിരുന്നു. അവരെ രക്ഷിക്കണം എന്നൊരു ഭാഗം, സുവിശേഷ വേല ചെയ്യുന്ന ആത്മാക്കളെ നേടണം എന്നൊരു ഭാഗം, ജോലി ചെയ്യണം, സമ്പാദിക്കണം ഒരു ഭാഗം, ഇങ്ങനെയെല്ലാം ഒത്തിരി സ്വപ്നങ്ങളോടുകൂടിയാണ് കുടുംബജീവിതത്തിൽ കാലുവെച്ചത്. 97 ഞങ്ങളുടെ വിവാഹം. ഒറ്റ വർഷം 97 ഒക്ടോബറിൽ വിവാഹം, 98 ഒക്ടോബർ, ഒറ്റ വർഷം ആയതേ ഉള്ളൂ. ഈ സ്വപ്നങ്ങളെല്ലാം തകർന്ന ഒരു ദിവസം. കറക്റ്റ് വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു. അടുത്ത ആഴ്ച ചെറിയൊരു വയറ്റുവേദന ആരംഭിച്ചതാണ്. സ്തോത്രം, പല ഹോസ്പിറ്റലും കൊണ്ടുപോയി, അസുഖത്തിനും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ബാംഗ്ലൂരിലെ രാമയ്യ മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ഏകദേശം എൻ്റെ അപ്പൻഡിക്സുള്ള ഭാഗത്ത് ചെറിയൊരു മുഴ പോലെ തടിപ്പുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പൻഡിക്സ് മാസമായിരിക്കാമെന്ന് പറഞ്ഞു. അവർ സ്കാനിങ്ങിന് പോയി. പക്ഷേങ്കിൽ ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അഡ്മിറ്റ് ചെയ്തു. സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെയും ഗൈനിക് എല്ലാം നോക്കിയിട്ട് ആർക്കും ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പം പെട്ടെന്ന് എമർജൻസി ഓപ്പറേഷൻ പറഞ്ഞ് അവർ ഫിക്സ് ചെയ്തു. എൻ്റെ മുമ്പ് വെച്ച് ഞാൻ ഗൈനിക്കോളജിലെ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് ലാപ്രോട്ടമിക്ക് ഇവരെടുക്കണം, കാഞ്ച എന്താ സ്കാനിൽ തെളിയുന്നില്ല എന്നുള്ള. എൻ്റെ മനസ്സിൽ വളരെ ഭയം വരാൻ തുടങ്ങി. കാരണം എൻ്റെ 23-ാം വയസ്സാണ് വിവാഹം, ഇതിൻ്റെ 24 വയസ്സായതേ ഉള്ളൂ. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കർണാടകയില്ല. എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് നാട്ടിലോട്ടാണ്. അപ്പം എൻറ്റയർലി ഡിഫറെൻറ്റ്, എല്ലാം ഫുഡും സംസാരവും ഭാഷയും എല്ലാം ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു, ഇത് എങ്ങോട്ട് പോകും, ഈ വിഷയം എവിടെ വരെ എത്തും, ഇതെങ്ങനെ ഷെയർ ചെയ്യണം എന്നുള്ളൊരു ചിന്ത. രണ്ടാമതായിട്ട് എൻ്റെ ജീവിതം, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരുപാട് കേസ് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ തന്നെ ഇതിന് പേഷ്യൻ്റായി നിൽക്കുകയാണല്ലോ എന്നൊക്കെ ഒരു ഭയം തോന്നി. രണ്ടാമത്തെ കാര്യം, ഈ ലാപ്രോട്ടമി എന്ന് പറഞ്ഞാൽ തന്നെ 100% സക്സസ് അല്ല. മരിച്ചു പോകും, ഇല്ല എങ്കിൽ ഇവർ ബെഡ് റിഡൻ ആയിട്ട് പോകും. ഈ രണ്ട് അവസ്ഥയോട് ഞാൻ ഓർത്തു, കർത്താവേ ഇതെന്തുവാ ഇത് കേൾക്കുന്നുള്ളൊരു ഭയം എന്നിലുണ്ടായി. അങ്ങനെ ലാപ്രോട്ടോമിക്ക് ഫിക്സ് ചെയ്തു. എന്നെ തിയേറ്ററിലോട്ട് എന്നെ ഷിഫ്റ്റ് ചെയ്തു. ദൈവം ഒരു മഹാകരുണ എന്ന് വെച്ചാൽ, എൻ്റെ തിയേറ്ററിലോട്ട് എന്നെ ട്രോളി അകത്തോട്ട് വന്നപ്പോൾ തന്നെ ഒരു ഫോൺ വന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഡോക്ടറായിരുന്നു. ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറിനോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന എൻ്റെ സ്റ്റാഫാണ്, പുള്ളിക്കാരി വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല, ലാപ്രോസ്കോപ്പി ചെയ്താൽ മതി, ലാപ്രോട്ടമി ചെയ്യരുതേ എന്ന് പറഞ്ഞു. ഇതാണ് ദൈവത്തിന് അത്ഭുതം എന്ന് പറയുന്നത്. അങ്ങനെ ലാപ്രോസ്കോപ്പി ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത്, അപ്പൻഡിക്സും അല്ല, ഉയരൊന്നുമല്ല, എൻ്റെ യൂട്രസിന് പ്രോബ്ലം എന്നും മക്കളുണ്ടാകത്തില്ലെന്നും മനസ്സിലായി. പിന്നെ വയറ്റുവേദനയും പനിക്കും കാരണം എൻ്റെ യൂട്രസിൻ്റെ ട്യൂബ്സ് ഉണ്ടല്ലോ, 2 ട്യൂബും ആകെ പഴുത്ത് പസ്സായിട്ട് ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ ആയിരുന്നു ഈ പെയിൻ, സ്റ്റൊമക്ക് പെയിൻ ഉണ്ടായിരുന്നു എനിക്ക്. അതെല്ലാം ക്ലിയർ ചെയ്തു. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു വിട്ടു. ഞാൻ മനസ്സ് വിചാരിച്ചു, ആൻറ്റിബയോട്ടിക്സ് ആണല്ലോ, ഇനിയെല്ലാം ഏകദേശം ശരിയാക്കുന്നു. ഡോക്ടേഴ്സ് അതുപോലെ വിചാരിച്ചു. പക്ഷേങ്കിൽ അന്ന് രാത്രി തന്നെ ഭയങ്കരമായിട്ട് പനിയും ലൂസ് മോഷനോ വൊമിറ്റിങ് സ്വെറ്റിങ് എല്ലാം ഉണ്ടായിരുന്നു. അത് രാവിലെ ആയപ്പോഴത്തേന് ഭയങ്കര ശരീരവേദന കേട്ടോ. എഴുന്നേറ്റ് ഞാൻ എൻ്റെ മിററിൽ ഞാൻ നോക്കിയപ്പോഴത്തേനുണ്ടോ എൻ്റെ മുഖം മൊത്തം മണൽ വാരിയിട്ടതുപോലെ കുരുക്കൾ വന്ന് ഫുള്ളായിട്ട് നിൽക്കുക. എൻ്റെ കഴുത്തും തല നിറച്ചുണ്ട്.
എൻ്റെ ശരീരത്തെല്ലാം ഈ കുരുക്കൾ വന്നിരിക്കുക. എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. ഡോക്ടേഴ്സ് വന്നു, രാവിലെ നോക്കി, എല്ലാ ഇൻവെസ്റ്റിഗേഷൻസിന് അയച്ചു. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേന് ഇതെല്ലാം ഇച്ചിരി വലിയതായി, വെള്ളം കെട്ടാൻ തുടങ്ങി. തേർഡ് ഡേ ആയി, ഫുൾ പസ്സായി. ഫോർത്ത് ഡേ ആയപ്പോഴത്തേന് ഇത് പൊട്ടാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് അയച്ച ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം റിപ്പോർട്ട് വന്നു, എല്ലാം നെഗറ്റീവ്സ്, നോർമൽ എന്ന് വന്നു. ഡോക്ടേഴ്സ് എന്ത് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാതായി. അവസാനം എനിക്ക് വെയിറ്റ് ലോസ് ആയതുകൊണ്ട് ഇവർ വിചാരിച്ചു ട്യൂബർക്യുലോസിസ് ആയിരിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കക്ഷത്തിൽ ചെയ്തൊരു ഇതെടുത്ത് ദശയെടുത്തിട്ട് ബയോപ്സി കഴിച്ചായിരുന്നു. അതും നെഗറ്റീവ് എന്ന് വന്നു. ചുരുക്കം പറഞ്ഞാൽ എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവ് വന്നതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. ഈ വ്രണങ്ങളെല്ലാം 4-ാം ദിവസം പൊട്ടിയിട്ടേ ഈ ഒറ്റ സിംഗിൾ വ്രണമായി. ഇതെല്ലാം ചെറുതെല്ലാം പൊട്ടിയിട്ട് ഈ കവളത്ത് രണ്ടും സിംഗിൾ ഒന്നായി, മൂക്കിലൊന്ന്, തലയിൽ, കഴുത്തെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ പഴുത്തിങ്ങനെ ഒലിക്കുക. പഴുപ്പും ചോരയും വെള്ളവും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. തല നിറച്ചു, നല്ല മുടിയുണ്ടായിരുന്നു എനിക്ക്, തല നിറച്ച് ഇങ്ങനെ ആയിട്ട് എന്താ പറയുക, പഴുപ്പെല്ലാം ചേർന്ന് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നു. ശരീരത്തുണ്ടായിരുന്നുകൊണ്ട് ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. ഇതിൻ്റെ കൂടെ ഇതിന് ഭയങ്കര സ്മെല്ലുണ്ട്, ഇച്ചിങ്ങുണ്ട്, വേദനയാണ്, അസാധ്യ വേദനയാണ്. ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക് തരുന്നുണ്ട്, ഒരു എഫക്റ്റും ഇല്ല. ഇത് കുഴിഞ്ഞു പോകുമല്ലാതെ ഒരു മാറ്റവും ഇതിൽ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അവർ ആൻറ്റിബയോട്ടിക്സ് എഫക്റ്റ് ആക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചവർ സ്റ്റെറോയിഡ്സ് എനിക്ക് തന്നത്. സ്റ്റെറോയിഡ്സ് ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് ഡോക്ടേഴ്സ് വിചാരിച്ചു ഇതെന്താ ഇത് വല്ലാത്തൊരു അവരുടെ കൈവിട്ട് പോയ പോലെ തോന്നി. ഒന്നും അവർക്കും പറയാം, എല്ലാം നെഗറ്റീവ്സ്, അസുഖം തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അറ്റ് ലാസ്റ്റ് ഫോർത്ത് ഡേ ഡോക്ടർ എൻ്റെ റൂമിൽ വന്ന് സംസാരിച്ചെന്ന് ഓർക്കുന്നുണ്ട് ഇന്നും. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു സ്ലിപ്പ് എഴുതിയോണ്ടോ, സിസ്റ്റർ ഡോളി ഈ ടെസ്റ്റ് നിങ്ങളിന്ന് ചെയ്യണം, ഇതും നമ്മൾ വിട്ടായിരുന്നു, ഇതൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഇത് ഞാൻ കയ്യിലെടുത്ത് നോക്കിയപ്പം HIV എന്നുള്ളതാണ്. മനസ്സ് തകർന്നു പോയി. അത്രയും ദിവസം ഞാൻ എന്തോ മനസ്സിൽ നിൽക്കണം, ജയിക്കണം, ഇത് ദുഷ്ടം തരുന്നതാ, ഇല്ലെങ്കിൽ ഒരു ടെസ്റ്റിങ്ങാ, പരീക്ഷണമാ, ജയിക്കണമെന്നുള്ള ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേങ്കിൽ ഞാൻ വളരെ ടെൻഷനായി. ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞു സർ, യാതൊരു കാരണവശാലും ഇത് എനിക്ക് ഉണ്ടാകാൻ ചാൻസസ് ഇല്ലെന്ന്. അപ്പോൾ അതേ പറഞ്ഞു, അല്ല VVIP ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതാ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നെഗറ്റീവ് കേസസ് എടുക്കത്തുള്ളൂ സർ. അപ്പോൾ പറഞ്ഞു, ഇല്ല ഇൻക്യുബേഷൻ പീരീഡ് ആയിരിക്കാം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഡബിൾ ഗ്ലൗസ് യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഒരു വിധത്തിൽ ഒന്ന് ഇയാൾ ഉണ്ടെന്നുള്ളത് പറഞ്ഞാൽ അയാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ശരീരത്തിൽ കാണിക്കുന്ന സിംറ്റംസ് എല്ലാം ഇതുപോലെ തന്നെ, ശരീരം പൊട്ടി അളിഞ്ഞിങ്ങനെ പഴുപ്പ് ഒഴുകിക്കൊണ്ടിരിക്കുക. സിസ്റ്റേഴ്സിനോട് ഡ്രസ്സിങ് പറയുന്നുണ്ട്, ഡ്രസ്സിങ് ട്രീ ആയിട്ട് ഒരു വന്നിട്ടുണ്ടല്ലോ, വലിയ കോട്ടൺ ബോൾസ് അവർ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കുന്നതും ഇത് വെറ്റായി പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. സിസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒന്നും പറയാം. അവർ ആകെ ഫെഡപ്പായി പോയി. എനിക്ക് അതിനെക്കാട്ടിലും ഇത് കണ്ട് എൻ്റെ മനസ്സാകെ മടുത്തു. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പുള്ളി HIV എന്ന് പറഞ്ഞത് ആ ഡോക്ടേഴ്സിനെ കുറ്റമായിട്ട് അറിയില്ല. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇനിയും മുമ്പോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല, മരിക്കുക തന്നെ, ഒറ്റ തീരുമാനം, ഒരു രക്ഷയില്ല. കാരണം ഞാൻ പാസ്റ്റർ മോളാ, പാസ്റ്റർ ഭാര്യയാണ്. ഇതെങ്ങാനും പോസിറ്റീവ് എങ്ങാനും വന്നാൽ ജനം എന്നെ വെറുതെ വിടത്തില്ല. ഞാൻ എത്ര നന്നായി ജീവിച്ചെന്ന് പറഞ്ഞാലും ഞാൻ എങ്ങനെ തെളിയിക്കാൻ കഴിയും? അത് അറിയുന്ന മുമ്പ് മരിക്കുക തന്നെ മനസ്സിൽ വിചാരിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ പോയി, പുള്ളി വന്നു, റൂമിലോട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ നീ വളരെ മൗനമായിട്ടിരിക്കുന്നത്, എന്താ സംഭവം, ഒത്തിരി ടെൻസ്ഡ് ആണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞു. അപ്പം പാസ്റ്റർ പറഞ്ഞു, എന്താ ഈ സംഭവം, പെട്ടെന്നൊരു മരിക്കുക എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല എനിക്കിനി ജീവിക്കേണ്ട, കാരണം വെച്ചാൽ ഇത് ഒരുപാട് വിഷയങ്ങളാണ്. അപ്പം പറഞ്ഞു, ഇല്ല കാര്യം നീ എന്നോട് ഷെയർ ചെയ്യേ, എന്താ വിഷയം എന്നോട് ഷെയർ ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണല്ല, എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. 10 രൂപയുടെ ഒരു കാര്യമുള്ളൂ, 10 രൂപയ്ക്ക് എലിവിഷം കിട്ടും, മേടിച്ചുകൊണ്ടതാ, എനിക്ക് മരിക്കണം. ഞാൻ പറഞ്ഞു, നീ കാര്യം എന്തെന്ന് പറ. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, ദൈവത്തിൻ്റെ കോടതി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ആ കോടതിന് മുമ്പിൽ ഞാൻ കുറ്റമെല്ലാം ഏറ്റെടുത്തോളാം. ദൈവം നിങ്ങളെ ഒരിക്കലും ശിക്ഷ വിധിക്കത്തില്ല. എനിക്കറിയാം നരകത്തിൽ പോകുന്നത്, പാസ്റ്റർമോൾ എനിക്കറിയാം നരകത്തിലാണ് പോകുന്നത്. പക്ഷേങ്കിൽ ആ ഒരു പ്രതിസന്ധി ഫേസ് ചെയ്യാൻ കഴിയാത്തവളായി ഞാൻ പറഞ്ഞ വാക്ക, ദൈവം നിങ്ങളെ ക്ഷമിക്കും, ദൈവം നിങ്ങളെ കുറ്റം വിധിക്കത്തില്ല, ഇതെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം, എനിക്ക് മരിക്കണം, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ എന്നോട് ഒറ്റ കാര്യമാണ്, ഇല്ല ഒരു കുഴപ്പമില്ല, ഞാൻ എന്നെ ഉപേക്ഷിക്കത്തില്ല, പോസിറ്റീവ് വരട്ടെ, ഞാൻ എൻ്റെ കൂടെ തന്നെ നിന്നോളാം, നീ ഒന്നുകൊണ്ട് വിഷമിക്കണം, നീ എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. ആ ഒരു സന്ദർഭം ഉണ്ടല്ലോ. പിന്നെ അതുവരെയും ഞാൻ പിടിച്ചു നിന്നു. ഈ അസുഖത്തിൻ്റെ ഇത്രയും പ്രതിസന്ധി അതുവരെയും സത്യത്തിൽ പിടിച്ചു നിന്നു. പക്ഷേ HIV ടെസ്റ്റ് കൊടുത്തപ്പോൾ ഒരു വലിയ ഒരു ഓളം എൻ്റെ അകത്തോട്ട് കയറി. കാരണം അതുമെല്ലാം പോസിറ്റീവായാൽ
അത് ഭാര്യയെ മാത്രമല്ല ബാധിക്കുന്നത്, അത് എന്നെയും ബാധിക്കും. ജീവിതത്തിൻ്റെ സ്ട്രക്ചർ മൊത്തം മാറും. മുമ്പോട്ടുള്ള ഭാവി ജീവിതം മൊത്തം തകരും. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു കൊടുങ്കാറ്റടിക്കുന്ന പോലായിരുന്നു ആ HIV ടെസ്റ്റിന് എഴുതി തന്നപ്പം. പ്രത്യേകിച്ച് നീ മരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പം ആ ഒരു രംഗമൊക്കെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപ ആ സമയത്തും ദൈവം തന്നതുകൊണ്ട് ഇതിലൂടെ ഒക്കെ പോകുമ്പോഴും ഒരു പ്രത്യേക ദൈവത്തിൻ്റെ കൃപ ദൈവം തന്നതുകൊണ്ട് അവിടെ എല്ലാം പിടിച്ച് നിൽക്കുക. എനിവേ ഏതായാലും പോയി ടെസ്റ്റൊക്കെ ചെയ്തല്ലേ? ടെസ്റ്റ് ചെയ്തു. ലാബിൽ പോയപ്പോഴത്തേന് എനിക്ക് അതിനെക്കാട്ടിലും ഭയങ്കര വിഷമം തോന്നുന്നു വെച്ചാലേ, ഒന്നാമത്തെ പുള്ളി പാസ്റ്ററിനോട് പറയാണ് ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു പോസിറ്റീവ് വന്നാലും. അതെൻ്റെ മനസ്സ് വല്ലാതെ തകർക്കാൻ ഇടവന്നു. കാരണം വെച്ചാൽ ഒരു യവനക്കാരൻ എനിക്ക് വേണ്ടി സഫർ ചെയ്യുകയാണല്ലോ, അതുകൂടി എന്നെ വല്ലാതെ എന്നെ പ്രയാസപ്പെടുത്തി. അപ്പോൾ അറ്റ് ലാസ്റ്റ് അവിടെ ലാബിൽ പോയപ്പോഴത്തേനുണ്ടും ഒരാൾ എന്നെ ബ്ലഡ് എടുക്കാനോ അടുത്ത് വരികയോ ചെയ്തില്ല. കാരണം വെച്ചാൽ എന്നെ കണ്ടിട്ടും ടെസ്റ്റ് ചെയ്യുന്ന റിക്വസിഷൻ കണ്ടിട്ട് തന്നെ അവർ ഭയപ്പെട്ടു. ഇതുകൂടി ഞാൻ കണ്ടപ്പോൾ ഞാൻ മരിക്കാൻ തന്നെ വിചാരിച്ചു. ഞാൻ അവിടെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, തമ്പുരാനെ ഈ മനുഷ്യൻ ജീവിക്കാൻ ഞാൻ മരിക്കാൻ സമ്മതിക്കുന്നില്ല, കർത്താവേ നീ ഇതൊന്ന് കണ്ട് നീ എൻ്റെ പ്രാണനെ എടുത്തോളണേ എന്ന് ഞാൻ നിലവിളിച്ച സന്ദർഭത്തെ ഓർക്കുകയാണ്. എങ്കിലും അങ്ങനെ ദൈവം വിടുന്ന ദൈവം അല്ലല്ലോ അല്ലേ? ദൈവത്തിന് പ്ലാൻ ഉള്ളവരെ പറ്റി, ദൈവം അങ്ങ് ഉദ്ദേശമുള്ളവരെ പറ്റി അങ്ങനെ ഒരിക്കലും അവർക്ക് അറ്റം വരെയും വിടും എങ്കിൽ തന്നെ അതിൽ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കത്തില്ലല്ലോ. അങ്ങനെ പെട്ടെന്നൊരു പാസ്റ്ററുടെ മോളായിരുന്നു, പുള്ളിക്കാരി വന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, നോർമൽ പിന്നെ നെഗറ്റീവ് വന്നു. ഞങ്ങൾ ആകെ മാനസികമായി തകർന്നായിരുന്നു. അതുകൊണ്ട് എഗനസ്റ്റ് മെഡിക്കൽ അഡ്വൈസാണ് റാമിയ മെഡിക്കൽ കോളേജ് വിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. വീട്ടിൽ വരുമ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം വ്രണങ്ങളാണ്, തല നിറച്ച് വ്രണമാണ്, പഴുത്തിങ്ങനെ ഒലിച്ചുകൊണ്ട് പഴുപ്പും ചോരയും വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം പറഞ്ഞാൽ 2 ചെവിയുടെ പിൻവശവും വ്രണം വന്നിട്ട് 2 കാതും ചെവി ഇങ്ങനെ അടർന്നു പോകുന്ന ഇങ്ങനെ തൂങ്ങി നിൽക്കുക. മൂക്കിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ പാമ്പ് പുറ്റുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് വ്രണങ്ങൾ. അതുകൊണ്ട് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ശരീരത്തിൽ നിറച്ചുകൊണ്ട് ശരീരത്തിൽ ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല, തല ചെയ്യാൻ പറ്റത്തില്ല. മാനസികമായിട്ട് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ ഒരു അതിര് കടന്ന് എന്തോ അത് ആരോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതേ സമയത്താണ് എൻ്റെ പപ്പായും കിഡ്നി ഫെയിലിയർ ആയിട്ട് ഷിമോഗ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിന് ഏകദേശം 300 കിലോമീറ്റേഴ്സ് ഉണ്ട്, 8 മണിക്കൂർ യാത്രയാണ്. അങ്ങനെ അവരും അതാണ് പ്രശ്നമാണ്. അവരോട് അങ്ങനെ ഞാൻ പറയാം മാനസികമായിട്ടുള്ള ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ കടന്നു പോകുന്നത്. സിസ്റ്ററും ഫാമിലി അവരെ ശുശ്രൂഷിക്കാൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആരുമില്ല, ഒറ്റയ്ക്കാണ് ഇത് ധരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ശാരീരികമായിട്ട്, രണ്ടാമത് ഫൈനാൻസായിട്ട്, 3 മാനസികമായിട്ട്, മെൻ്റലി വളരെ ഒരു വിധത്തിൽ മുൻപോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഡിസാസ്റ്റർ മരുന്നൊന്നും എഫക്റ്റ് ആകുന്നില്ല. വ്രണങ്ങളിൽ നിന്ന് എങ്ങനെ കുഴി പോകുന്നു. വീട്ടിൽ വന്നപ്പോൾ ഡ്രസ്സിങ് ചെയ്യാൻ ആരുമില്ല. ഇതൊക്കെ ഇങ്ങനെ പഴുത്തിങ്ങനെ ഒലിച്ചൊലിച്ച് ഇങ്ങനെ ശരീരത്തോടെ ഇങ്ങനെ വന്നിങ്ങനെ കട്ട പിടിച്ച് കിടക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രിയെല്ലാം ഇങ്ങനെ സൺഡേ സ്കൂളിൽ പഠിച്ച കഥകളും പാട്ടുകളെല്ലാം എല്ലാം ഉരുവിടുന്നുണ്ട്. ഒറ്റ കാര്യം ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ വരുന്ന ഒരു കാര്യം, പലപ്പോഴും ദൈവം മൗനമായിട്ടിരിക്കുന്ന സന്ദർഭങ്ങൾ, അതും വേറൊരു ആൻസറാണ് കേട്ടോ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതിസന്ധിയിൽ കൂടി ഒരു ദൈവശബ്ദവും ഞാൻ കേട്ടില്ല. ഇല്ലെങ്കിൽ ഒരു ദൈവദാസന്മാരെ എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ല, ഒരു ദൈവാലോചന എനിക്ക് കിട്ടിയില്ല. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി മാനസികമായിട്ട് തകർന്ന അവസ്ഥകളായിരുന്നു. ദൈവം സൈലൻ്റായിട്ട് എന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ഞാൻ ചിന്തിക്കും. ഞാൻ ആ സമയത്ത് ചിന്തിക്കുന്നത് പെട്ടെന്ന് അയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം. സത്യം പറഞ്ഞാൽ അയ്യോബിൻ്റെ ജീവിതത്തെപ്പറ്റി നമ്മൾ ബൈബിളിൽ നിന്ന് വായിക്കുമ്പം വ്രണങ്ങളെല്ലാം ബാധിച്ചവനായിട്ട് ഹിസ്റ്റോറിയൻസ് പറയുന്ന ഒത്തിരി വർഷങ്ങൾ അദ്ദേഹം അനുഭവിച്ച് കിടന്നു. നമുക്കത്രയും ആ റേഞ്ച് വരെ ഒന്നും പോയില്ലെങ്കിലും തലം മുതൽ കാൽപാദം വരെ വ്രണങ്ങളിങ്ങനെ വന്ന് പൊട്ടി അളിഞ്ഞ് അതിനൊരു മെഡിസിനും കാണുന്നില്ല, അതൊട്ട് കുറയുന്നുമില്ല. ഡേ ബൈ ഡേ ഇങ്ങനെ കൂടിക്കൊണ്ട് ശരീരത്തിൻ്റെ ആ ലെവല് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. അതൊരു ഭീകരമായ ഒരവസ്ഥ. അത് കഴിഞ്ഞ് അതിനെക്കാട്ടിലും പിന്നെ ഈ സംഭവം മരുന്ന് ബോഡി എഫക്റ്റ് ആകാത്തത് കൊണ്ട് ഈ വ്രണങ്ങൾ വായ്ക്കുള്ളിൽ അത്രയും നാൾ ഉമ്മുനീര് ഇറക്കാമായിരുന്നു. പിന്നെ ഉമ്മുനീര് പോലും ഇറക്കാൻ പറ്റാത്ത വായ്ക്കുള്ളിൽ തൊണ്ട വരാൻ തുടങ്ങി. വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഒന്നും ലൂസ് മോഷൻ വോമിറ്റിങ് കണ്ടിന്യൂസ് ആട്ടോ. അത് പനിയുണ്ട്. അതുകൊണ്ട് ഒന്നും ചെയ്യാനേ പറ്റില്ല. എനിക്ക് അതുപോലെ ഉമ്മുനീരിൽ എനിക്ക് ഇറക്കാമായിരുന്നു. പിന്നെ വായ്ക്കുള്ളിൽ കൂടെ കൺട്രോൾ വിട്ടു. ഞാൻ ദേശത്തിൽ പറഞ്ഞ കർത്താവേ ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്ന്
ഞാൻ എൻ്റെ വീട്ടിൽ പോകാമായിരുന്നു. കാരണം സംസാരിക്കാൻ ആരുമില്ല, ആശ്വാസം പറയാൻ ആരുമില്ല, ഒരാളോട് നോക്കാൻ ആരുമില്ല, ഒരു വ്യക്തികളില്ല. ഏകാന്തമായി ആ പാഴ്സേജിൽ കടന്ന് ആ മാനസികമായിട്ട് തളർന്ന അവസ്ഥകളെ ഞാൻ ഓർത്തു പോവുകയാണ്. ഞാൻ രാത്രിയായ പകലാകണേന്ന് പ്രാർത്ഥിക്കും, പകൽ വന്ന രാത്രിയാകണേന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ ദിവസങ്ങൾ മാറുന്നല്ലാതെ ഒരു മാറ്റവും ശരീരത്തിലൊന്നും കണ്ടില്ല. ഇനിയും ലാസ്റ്റ് സ്റ്റേജിലോട്ട് ഞാൻ എത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ചിന്ത എന്നെ ഭരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഭയിലൊരു സഹോദരൻ വന്ന് പറഞ്ഞു അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള പുള്ളി ഒരു ഫിസിഷ്യൻ അടുത്ത് കൊണ്ടുപോയി. ആ ഡോക്ടർ എന്നെ കണ്ടിട്ട് ഉടനെ പറഞ്ഞു, ലുക്കീമിയാണ്, ബ്ലഡ് ക്യാൻസറാണ്, പെട്ടെന്ന് ബ്ലഡെല്ലാം മാറ്റണമെന്ന് പറഞ്ഞു. പോസിറ്റീവ് ഈസിയായിട്ട് കിട്ടിയത്. പക്ഷെ അത് കിട്ടിയില്ല. 7 മണിക്ക് അദ്ദേഹം ഞങ്ങൾ അഡ്മിറ്റ് ചെയ്ത് പുള്ളിയുടെ വീട്ടിലോട്ട് പോയി. എൻ്റെ അസുഖം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ശരിക്കും ഡയഗ്നോസ് ചെയ്തിട്ടില്ല, ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടില്ല. അസുഖം വഷളായി അവസാനം എനിക്ക് ശ്വാസം മുട്ടൽ തുടങ്ങി. അവർ ആദ്യം സ്റ്റെറോയിഡ്സ് തന്നു, ബോഡി റിജക്റ്റ് ചെയ്തു. ഓക്സിജൻ തന്നു, ബോഡി അക്സെപ്റ്റ് ചെയ്യാതെ വളരെ ഗ്യാസ്പിങ്, അവസാനം അന്ത്യശ്വാസം വലിക്കത്തില്ല, ഗ്യാസ്പിങ് എന്ന് പറയും. ഇങ്ങനെ ശ്വാസം വലിക്കാനുള്ള ആ സ്റ്റേജിലോട്ട് എത്തി. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, മരിച്ച ബുദ്ധിമുട്ടോ, പെട്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കണമെന്ന് പറഞ്ഞു. സൈമൾട്ടേനിയസ്ലി ഈ വല്ല പ്രതിസന്ധികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു ചിന്ത ഇങ്ങനെ വന്നു, ദൈവമേ, ഞാൻ ചെറുപ്രായത്തിൽ ഒരുപാട് വാക്തത്വങ്ങൾ എൻ്റെ വീട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ 3 മക്കളാണ്. എങ്കിലും ദേവദാസൻ വരുമ്പോൾ എൻ്റെ തല കൈവച്ചിട്ട് പാസ്റ്റർമാർ പറയുമായിരുന്നു, ഈ കൊച്ചു സുവിശേഷ വിലയ്ക്കുള്ളതാണെന്നും ആത്മാക്കളെ നേടുമെന്നും ഒത്തിരി അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുമെന്നും ദേശവിദേശങ്ങളിൽ കുഞ്ഞു പോകുന്നൊക്കെ വാക്തത്വങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ അവസാനം വിചാരിച്ചു, കർത്താവ്, ഈ കിടക്കയിൽ ഞാൻ ലാസ്റ്റ് മൊമെൻറ്റ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, കർത്താവേ, ഈ വാക്തത്വങ്ങളൊക്കെ എവിടെ? പറഞ്ഞതെല്ലാം കള്ളമായിരുന്നോ? ഇല്ല ഏറ്റെടുത്ത് പറയുന്നത് ഞാൻ ഫൂളായിട്ടാണോ? ഇതെന്താ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മുടെ ഉടമ്പടികളുടെ ദൈവമാണ് ദേവദാസൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലോട്ട് ഉടമ്പടി ചെയ്യുന്നുള്ളത്. ആ മരണക്കിടക്കയിൽ ഞാൻ ദൈവത്തോട് ഉടമ്പടി ചെയ്തു, കർത്താവേ, ഞാനിപ്പോൾ മരിച്ചാൽ വെറും കയ്യിൽ ഞാൻ വരേണ്ടി വരും. എൻ്റെ ചെറുപ്പത്തിലെ ആഗ്രഹമാണ് ആത്മാക്കളെ നേടുക എന്നുള്ളത്. അതുകൊണ്ട് അതൊന്നും നീ എനിക്ക് സാധിപ്പിച്ചു തരണം. എനിക്കറിയാം ലാസ്റ്റ് മൊമെൻറ്റിൽ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക്. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നാൽ മതി. എനിക്ക് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നാൽ ആത്മാക്കളെ നേടി നിശ്ചയമായിട്ടും നിന്റെ സന്നിധിയിൽ ഞാൻ ആത്മാക്കളുമായിട്ട് ഓഫറിംഗ് ആയിട്ട് ഞാൻ വരാം. അത് ഞാൻ നിന്നോട് ചെയ്യുന്ന ഉടമ്പടിയെ കർത്താവേ എന്ന് ഞാൻ നേർന്നതും ഉടമ്പടി ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം ഉടമ്പടികളുടെ ദൈവമാണ്. അപ്പോൾ അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. സ്തോത്രം. അവൻ വിടുതൽ കൽപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെങ്കിൽ അക്ഷരികമായിട്ട് എനിക്കൊന്നും വിടുതൽ അവിടെ കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ആളായതുകൊണ്ട് ഹല്ലേലൂയ, നമുക്ക് ആ കാണാത്ത മണ്ഡലത്തിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ സംഭവം വളരെ അസുഖം വഷളായിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടേഴ്സ് തത്രപ്പെടുകയാണ്, ഡിസ്ചാർജ് ചെയ്ത് വിടാം. നോക്കിയപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ അടുക്ക് വന്ന് നിൽക്കുന്നു, ഒത്തിരി ദൂരം. അപ്പം വീട്ടിൽ ഫോൺ വിളിച്ച് പറഞ്ഞു മരിക്കാറായി, അതുകൊണ്ട് ലാസ്റ്റ് മൊമെൻ്റാണ്, എന്നെ കാണേണ്ടി വന്ന് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ചേച്ചിയും ചേട്ടനും എന്നെ കാണാൻ വന്നു. എന്നെ കണ്ടോടെ ഞാൻ അങ്ങ് പൊട്ടിപ്പോയി കാണിച്ചുകൊണ്ടു. അത്രയും നാൾ ഞാൻ ആഗ്രഹിച്ചായിരുന്നു എൻ്റെ അമ്മ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചെന്ന് കരയാമായിരുന്നു. എൻ്റെ ചേട്ടത്തി ഉണ്ടായിരുന്നെങ്കിൽ അവളോടെല്ലാം ഒന്ന് കരഞ്ഞെന്നോട് സങ്കടങ്ങളെല്ലാം അവളോട് പറയാമായിരുന്നു. നോക്കി ആശിച്ചിരിക്കുമ്പോഴാണ് അവളെൻ്റെ അടുക്ക് വന്ന് നിൽക്കുന്നത്. പക്ഷെ ഞാൻ നിസ്സഹായതയാണ്. ശരീരം മൊത്തം വ്രണങ്ങളാണ്, വായ്ക്കുള്ളിൽ വ്രണമുണ്ട്, ഞാൻ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളോടൊന്നും ഒത്തിരി പറയാനുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ. പക്ഷെ ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, അക്ക, ഒരപ്പൻ്റെ മക്കളായിട്ട് നമ്മൾ ജനിച്ചു വളർത്തപ്പെട്ടു, ഇത്രയുമായി. പക്ഷേ ഞാൻ പോകാൻ സമയമായിരിക്കുക, ഞാൻ പോവാം. കഷ്ടപ്പെട്ട് ഇത്രയും പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞ വാക്കാ, കുഞ്ഞെ, അങ്ങനെയല്ല, നീ ഒരു ദേവദാസൻ്റെ ഭാര്യയല്ലേ, നമ്മളാണ്ട് ദേവദാസൻ്റെ മക്കളാണ്. അതുകൊണ്ട് ദൈവം ചിലപ്പം അവസാന നിമിഷമായിരിക്കും ദൈവപ്രവൃത്തി ഉണ്ടാകുക, ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ പക്ഷേ ഈ വാക്കുകളൊന്നും എൻ്റെ മനസ്സിൽ കംഫർട്ടായില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേന് പാസ്റ്റർ നിൽക്കുക. എൻ്റെ മനസ്സ് ഇനിയും തകർന്നു പോയി. ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു, അച്ചായ, 1 വർഷം മാത്രം ദൈവം ജീവിക്കാൻ നമ്മളെ അനുവദിച്ചുള്ളൂ, ഞാൻ പോവുക. പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഈ സംഭവം മറന്നായിട്ടും സംഭവിച്ചായിട്ടൊന്നും ഓർക്കരുത്. സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ള നല്ലൊരു പെൺകുഞ്ഞിനെ കണ്ടെത്തണം, വിവാഹം കഴിക്കണം, സുവിശേഷ വേലയിൽ തന്നെ നിങ്ങൾ മുൻപോട്ട് പോകണമെന്ന് പറഞ്ഞു. പറയാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാട്ടോ, ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞ് ഒപ്പിച്ചത്. അന്നേരം പാസ്റ്റർ പറഞ്ഞ ഒരു വാക്കാണ്, അങ്ങനെയല്ല സ്തോത്രം, ദൈവം സുവിശേഷ വേല ചെയ്യാൻ എനിക്ക് നിന്നെ തന്നതെങ്കിൽ നിശ്ചയമായിട്ടും എൻ്റെ അവസാനം വരെ നീ കാണും എൻ്റെ കൂടെ, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതൊക്കെ ദൈവം അടിവരയിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞ് ആത്മാവിലെ ഞെരക്കം എന്ന് പറയാം. ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ബിൽ പേ ചെയ്യാൻ പറഞ്ഞു. പേ ചെയ്യാൻ കയ്യിൽ പണമില്ല.
ഒറ്റ വാക്കി ഞാൻ പറയാം, അന്ന് ഞങ്ങളുടെ ബിൽ പേ ചെയ്തെന്ന് ആരെന്നറിയത്തില്ല. ബിൽ പേ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ അവിടുന്ന് ഒരു അങ്കിള് അവിടുന്ന് സെൻറ്റ് ജോൺസ്. അപ്പം ഞാൻ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആശുപത്രി കഴിഞ്ഞു, മെഡിക്കൽ കോളേജും കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് ഇപ്പം പിന്നെയും ഇവിടെ ഈ സ്ഥലത്തെത്തിയിരിക്കുന്നത്. അപ്പം സാമ്പത്തികമായിട്ടെല്ലാം തകർന്നു, മൊത്തം കടത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് ആ സമയത്ത് പോകുന്നത്. ഇനിയും ഒരു ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ള യാതൊരു നിർവാഹവും ഇല്ല. അവിടെ പിന്നെ കിടന്ന് മരിക്കുക, അല്ലെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവുക, അല്ലാതെ എൻ്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എവിടോട്ടെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ ആളെ കിട്ടത്തുമില്ല. ഓക്സിജൻ കൊടുത്തിട്ടിരിക്കുക. മാനസികമായിട്ട് തകർച്ച എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു ബാക്ക് സപ്പോർട്ടുണ്ട്, ഒന്നീ ആള് ബലമുണ്ട്, അല്ലെ ഒരു സാമ്പത്തിക ബലമുണ്ട്, ഏതെങ്കിലും നിലകളിലൊരു സാധ്യത ഉണ്ടെങ്കിൽ പിന്നെ ഇത് ഒറ്റയ്ക്ക് ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിർത്തി എങ്ങനെ ഇതൊക്കെ തരണം ചെയ്തു എന്നുള്ളത് ഇപ്പോഴും ഒരു വലിയ അത്ഭുതമായിട്ടാണ്. ഇപ്പോഴും ആ സമയങ്ങളൊക്കെ എങ്ങനെ തരണം ചെയ്തു, എങ്ങനെ നേരിട്ടു, ആ സമയത്ത് ദൈവം ഏതെല്ലാം രൂപത്തിൽ ഭാവത്തിൽ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിച്ചു എന്നൊക്കെ ഉള്ളത് ഒരു വലിയ അത്ഭുതമാണ്. എനിവേ അവിടുത്തെ ബില്ല് ആരോ അടച്ചു. അങ്ങനെ ഏതായാലും അവിടുന്ന് ദൈവം സഹായിച്ച് സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ എത്തിയല്ലേ. അവിടെയും നമ്മൾ പൈസ ഇല്ലെന്നും പറഞ്ഞ് ഒരു അരമണിക്കൂറോളം ആശുപത്രിയുടെ വാതിൽക്കൽ കിടന്നു. കാരണം അവിടെ ഇച്ചിരി പൈസ കിട്ടിയെങ്കിൽ മാത്രമേ അകത്തോട്ട് കയറാൻ പറ്റൂ, അഡ്വാൻസ്. അതിനും ഇല്ലാതെ അരമണിക്കൂറോളം വെളിയിൽ കിടന്നു. അതും ആരാ അടച്ചതെന്ന് ഇപ്പോഴും അറിയത്തില്ല. അടച്ചു, അകത്ത് കയറ്റി. പിന്നെ അങ്ങോട്ട് സ്പെഷ്യൽ വാർഡിൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയല്ല, റിസർച്ച് നടത്താൻ തുടങ്ങിയത്. അങ്ങനെയാണ് മുമ്പോട്ട് പോയതല്ലേ? അങ്ങനെ അവിടെ ഞാൻ അത്ര ഇൻഫെക്റ്റഡ് കേസ് ആയതുകൊണ്ട് അവിടെ വേറെ ജനറൽ വാർഡിൽ ഇടാൻ പറ്റത്തില്ല. അങ്ങനെ സ്പെഷ്യൽ വാർഡിൽ ഇട്ടു. ഇൻവെസ്റ്റിഗേഷൻസിൽ അവരും ആദ്യമായിട്ട് കാരണം ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. അവരുടെ വകയായിട്ട് കുറേ ഇൻവെസ്റ്റിഗേഷൻസ് അയച്ചു. ഒറ്റ വാക്ക് പറഞ്ഞാൽ 5 days, 5 ദിവസം കിടന്നു. 5ാമത്തെ ദിവസമ്പോഴത്തേന് ബോഡി മൊത്തം, ശരീരം മൊത്തം നീർ വെച്ച്, പിന്നെ സ്വെല്ലിങ് ആയി, വണ്ണം നീർ വെച്ചു. അറ്റ്ലാസ്റ്റ് 5ാം ദിവസം പറഞ്ഞു എല്ലാം നെഗറ്റീവ്സ് അറിഞ്ഞു, നോർമലാണ് റിപ്പോർട്ട് വന്നത്. എങ്കിലും ഒന്നുകൂടി നമുക്ക് കിഡ്നി ടെസ്റ്റ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് ഒരു കിഡ്നി ടെസ്റ്റ് ചെയ്തു. കിഡ്നി ഫെയില്യൂർ എന്ന് മനസ്സിലായി. അവസാനം കിഡ്നി ബയോപ്സി ചെയ്തു. കിഡ്നി ബയോപ്സി എടുക്കുക മനസ്സിലായി 1.25 കിഡ്നിയോളം ഓൾറെഡി നഷ്ടപ്പെട്ടിരുന്നെന്ന് മനസ്സിലായി. ഇനി 1/4 ഭാഗമുള്ളൂ. 1.25 കൂടി പോയത് കൊണ്ട് ഇനി 1/4 ഭാഗം കൂടി പോകാൻ ഈസിയാണ്, പെട്ടെന്ന് പോകും. ഇനി ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളത്. അവിടെ ഫൈനൽ നമുക്കവിടെ അസുഖം എന്തെന്ന് മനസ്സിലായത് SLE grade 3 നെഫ്രൈറ്റിസ് എന്നാണ് എനിക്ക് ഡയഗ്നോസ് അവിടെ ചെയ്ത്. SLE എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തോമാറ്റോസിസ് എന്നാണ്. അത് ക്യാൻസറിനെക്കാട്ടിലും ഭീകരമായ ഒരു അസുഖമാണ്. ഇന്നും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇല്ല. സംഭവം ഒത്തിരി വഷളായി പോയാൽ സ്റ്റെറോയിഡ്സ് കൊടുക്കും. പക്ഷേ സ്റ്റെറോയിഡ് ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല. അത് സ്വതന്ത്രം പിടിച്ച് നിർത്തും, അത്രേ ഉള്ളൂ. അത് ബോഡി ചിലത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇതാ SLE എന്ന് പറയുന്നത്. അതും grade 3 എത്തിയത് കൊണ്ട് ഒരിക്കലും ഇത് രക്ഷപ്പെടത്തില്ല എന്നുള്ള സ്റ്റേജിലോട്ട് ഡോക്ടേഴ്സ് എത്തുവാനിടയായിത്തീർന്നു. ഇങ്ങനെ ഓരോ ദിവസം ഇത് കേസ് ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയോ, ഡയഗ്നോസ് ചെയ്തു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ സ്റ്റെറോയിഡ്സ് ഇരുന്നോ ബോഡി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കേസ് ഇങ്ങനെ കൂടി ലാസ്റ്റിൽ എന്താ വെച്ചാൽ എൻ്റെ ശരീരം തണുത്ത് ഐസ് പോലെയായി, കൈയും കാലും നീര് വെച്ച് കട്ടിൽ നിറച്ചായി. പിന്നെ ഞാൻ അത്ര നാൾ ഉരുത്തിൽ ഇച്ചിരിയൊക്കെ സംസാരിക്കാമായിരുന്നു, നാക്ക് താണുപോയി, സംസാരിക്കാൻ പറ്റാതെയായി. ഡോക്ടേഴ്സ് ഇത് വഷളായിക്കൊണ്ടിരിക്കാൻ മനസ്സിലായി. ഒരു ദിവസം രാവിലെ അവർ വന്നത് കണ്ടപ്പോൾ പറഞ്ഞു, കൂടെയുള്ളവരോട് പറഞ്ഞു, ബൈസ്റ്റാൻഡേഴ്സിനോട് പറഞ്ഞത് ഈ 24 hours മാത്രം, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഇനി ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ അങ്ങനെ 24 hours പറഞ്ഞ ദിവസത്തെ ഓർക്കുകയാണ്. അത് 98 നവംബർ 12-ാം തീയതിയാണ്. അങ്ങനെ അത് ഓരോ മണിക്കൂർ 24 മണിക്കൂർ പറഞ്ഞ് ഓരോ മണിക്കൂർ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒത്തിരി പേർ വരുന്നു, കാണുന്നു, പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അറ്റ്ലാസ്റ്റ് സമയം ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേനും ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിട്ട് ആ കിടക്കൽ വെച്ച് എന്നോട് പറഞ്ഞാൽ ഡെഡ് ബോഡി പോലെ കിടക്കുക, ആ ശരീരത്തോടെ കണ്ടുവിടെന്ന് പറഞ്ഞു, സിസ്റ്റർ ഡോളി ജീവിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിലുള്ള ചിന്ത, എല്ലാ പാസ്റ്റർമാർ ഇതുപോലെയല്ലേ പറഞ്ഞ് പൊയ്ക്കോട്ടെ എന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചു. അടുത്ത സെക്കൻഡിൽ പുള്ളി പറയാണ് ദൈവം തലമുറയെ തരുമെന്ന് പറഞ്ഞു. ഇതെൻ്റെ മനസ്സ് വളരെ ഷോക്ക് ചെയ്തു. കാരണം വിവാഹം കഴിഞ്ഞ 3-ാമത്തെ മാസം ഹെവി ബ്ലീഡിങ് ആയി, അന്നസ് ക്യാൻസറിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് മനസ്സിലായതാണ്. പിന്നെ എനിക്ക്
ലാപ്രോസ്കോപ്പി ചെയ്ത് ഓപ്പറേഷൻ ചെയ്തപ്പോഴേ പറഞ്ഞു കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല, 5 ഡോക്ടേഴ്സ് പറഞ്ഞ മക്കളാകത്തില്ലെന്നുള്ളത്. ഇതും കൂടി കേട്ട്, അത് എനിക്കും പാസ്റ്ററിനും ദൈവത്തിലും അല്ലാതെ വേറെ ആർക്കും അറിയാത്ത കേസാണ്. ദേവദാസൻ പറയുക, ദൈവം തലമുറയെ തരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സ് സ്ട്രൈക്ക് ചെയ്തു, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരിക്കാം, സമർപ്പിച്ചു കൊടുത്തേക്കാൻ വിചാരിച്ചു. 3-ാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നിനക്ക് മടക്കിത്തരും. 4, ദേശവിദേശങ്ങളിൽ നീ എൻ്റെ സാക്ഷിയാകും, നിങ്ങൾ രണ്ടുപേരും ദൈവം ഒരേ സ്റ്റേജിൽ നിർത്തുമെന്ന് പറഞ്ഞു. ഈ 4 പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഷോക്കായിപ്പോയി. അപ്പം ഇത് അസാധ്യമായി, ഇത് ഒരിക്കലും നടക്കാത്ത. പക്ഷേ ഇതെല്ലാം ഇദ്ദേഹം പറയുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, കർത്താവേ, അങ്ങനെ നീ എൻ്റെ ജീവിതം ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് തരുവാണെങ്കിൽ എനിക്കൊരു കുഞ്ഞു തരുവാണ്, നിശ്ചയമായിട്ടും ഈ ബെഡിൽ ഞാൻ രാജിവെച്ച് നിൻ്റെ വേലയ്ക്ക് ഞാൻ ഇറങ്ങിക്കോളാം കർത്താവിന്. ദിവസം ഞാൻ മനസ്സിൽ ഞാൻ തീരുമാനിച്ചു. സഡനായിട്ട് ദേവദാസനോട് പറഞ്ഞത്, സിസ്റ്റർ ഒരു കാര്യം ചെയ്യേ, നിങ്ങളുടെ കണ്ണടയ്ക്കുക, കണ്ണിൻ്റെ മുമ്പിൽ ഒരു സ്ക്രീൻ പോലെ വരണം. ആ സ്ക്രീനിൽ നിങ്ങൾ പോസിറ്റീവായിട്ടല്ല എന്തെല്ലാം കാണാൻ കഴിയുമോ അതെല്ലാം കണ്ടുകൊള്ളുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നി. ദേവദാസൻ എനിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്തെല്ലാം പ്രാർത്ഥിച്ച് ഞാൻ കേട്ടില്ല. പക്ഷെങ്കിൽ ഞാൻ കണ്ണടച്ചു, എൻ്റെ മുമ്പിൽ ഞാനൊരു സ്ക്രീനിൽ ഇങ്ങനെ കണ്ടു, ഞാൻ പാസ്റ്ററെ ഒരു കുഞ്ഞ് ഞങ്ങൾ കൈ പിടിച്ചിരിക്കുന്നു, ഞങ്ങൾ യാത്ര ചെയ്യുന്നു, കാറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ അകത്തിരിക്കുന്നു, ഞങ്ങൾ ദൂരെ യാത്ര ചെയ്യുന്നു, ഒരേ സ്റ്റേജിൽ ഞാൻ പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നു, അടുക്കളയിൽ നിന്ന് ഞാൻ പാചകം ചെയ്യുന്നു, എൻ്റെതായ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാക്സിമം എന്തെല്ലാം കാണാൻ പറ്റുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേവദാസന് പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒറ്റ ശബ്ദം ഞാൻ കേട്ടുള്ളൂ. അത് 2 ചെവിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ഞാൻ അറിയാതെ 2 കൈയും പൊക്കി ആമേൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഇൻസ്റ്റൻറ്റ് വിടുതൽ, ഇൻസ്റ്റൻറ്റ്. ഞാനൊരു കഥ പറയുന്നില്ല കേട്ടോ, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വിടുതൽ എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ എൻ്റെ കൈകൾ അനക്കാൻ കഴിയാതെ അല്ലെ ഡെഡ് ബോഡി പോലെ ഐസ് പോലെ കിടന്ന ഞാൻ, എൻ്റെ 2 കൈയും ചലിക്കാൻ തുടങ്ങി. ഞാൻ 2-ാമത്തെ കാര്യം, എൻ്റെ നാക്ക് സംസാരിക്കാൻ പറ്റിയത്, എൻ്റെ നാക്ക് ഉള്ളിലോട്ട് പോയതാ, അത് പ്രോപ്പർ പ്ലേസിൽ വന്നിരുന്നു. 2. 3-ാമത്തത്, എൻ്റെ ശരീരത്തിൽ തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. 4-ാമത്തെ അത്ഭുതം കേൾക്കണോ, എൻ്റെ അതുവരെയും പഴുപ്പിങ്ങനെ ഒഴുകിക്കൊണ്ട്, എൻ്റെ ബോഡി മൊത്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പഴുപ്പ്, വെള്ളം പോകുന്ന പൈപ്പ് നമ്മൾ നിർത്തുമ്പോൾ സഡനായിട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് ഈ പഴുപ്പെല്ലാം നിൽക്കുന്ന പോലെ എനിക്ക് ഫീലായി. സ്തോത്രം സ്തോത്രം. ഇന്നേക്ക് 25 വർഷമായി കേട്ടോ. ഞാൻ പറയാൻ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ മന്ത്രിയ, മിനിസ്റ്റർ ഓഫ് മിറാക്കിൾസ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ചെയ്തതാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വിടുതലാണ് ദൈവം എന്ന് അന്ന് എനിക്ക് ചെയ്ത് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്തതെന്നുള്ളതാണ്. അടുത്തത് ഞാൻ അവിടെ 12 ദിവസം ഡിസ്ചാർജ് ചെയ്തു. എൻ്റെ വീട് ഷിമോഗയാണ്. ഷിമോഗയിൽ ഞങ്ങൾ വന്നു. അവിടെ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ചയപ്പോൾ എൻ്റെ പിതാവ് മരിച്ചു. ഞാൻ അതും കൂടി കണ്ടപ്പോഴത്തേന് ഞാൻ ദൈവത്തിലെ ആദ്യത്തെ പ്രിഫറൻസ് എൻ്റെ ലൈഫിൽ കൊടുത്ത എൻ്റെ ദൈവമാണ്. 2 എൻ്റെ പപ്പായാണ്. പുള്ളി ലോകം വിട്ട് പോയപ്പോൾ ഞാനെല്ലാം ശൂന്യത നിൽക്കുന്ന പോലെ, എനിക്ക് നിസ്സഹായമുള്ളവളായിട്ട്, ഒന്നും പറ്റാത്തവള. എൻ്റെ അമ്മ വിധവയാണ്, ഇളയ സഹോദരന് ഒന്നും ചെയ്യാൻ കഴിയാതെ ഞാൻ ചിന്തിച്ച് ഒരു മാനസിക രോഗിയായി ഞാൻ പോയ സന്ദർഭങ്ങൾ ഞാൻ ഓർക്കുകയാണ്. അസുഖത്തെക്കാട്ടിലും നമ്മൾ നേരിട്ടത് നമ്മുടെ ചുറ്റുപാട് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പില്ലാതെ അങ്ങ് അടിക്കുക. ഒന്ന് വിട്ട് ഒന്നും പോസിറ്റീവില്ല, എല്ലാം നെഗറ്റീവാണ്. അപ്പം മരണക്കിടക്കുന്നത് രക്ഷപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞില്ല, പിന്നെ ഫാദർ മരിക്കുക. സോ പിതാവിൻ്റെ മരണം അതൊരു കൊമ്പൊടിഞ്ഞ പോലെ ഒരു വലിയ ഷോക്ക്. അപ്പം ആശ്രയിച്ച സ്ഥാനങ്ങളെല്ലാം അങ്ങ് ഒടിഞ്ഞു പോവുക, കൈവിട്ട് പോവുക. നമുക്ക് മുമ്പോട്ടത്തേക്കൊരു സാധ്യതകളുമില്ലാത്ത രീതിയിലുള്ള ഒരു നിരന്തരമായ ആക്രമണമാണ് ഉണ്ടായത്. അപ്പം മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ദേവദാസൻ ഒന്നുകൂടി വീട്ടിൽ വിളിച്ച് ഉപവാസ പ്രാർത്ഥന നടത്തി. അന്നതല്ല എനിക്ക് ഫുള്ള് ഹീലിംഗ് ആയില്ലായിരുന്നു. ആ ദേവദാസൻ ഞങ്ങൾ വീട്ടിൽ വന്നു, പ്രാർത്ഥിച്ചു. ഞാൻ പാസ്റ്റർ പറഞ്ഞ ഓർക്കൊണ്ട്, പാസ്റ്റങ്ങളെ എന്നെ ദൈവം സൗഖ്യമാക്കി, പക്ഷേ ഒരു കുഞ്ഞിനെ എനിക്ക് വേണം, പാസ്റ്റങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ദേവദാസൻ എനിക്ക് പ്രാർത്ഥിച്ചു. ആ മാസം തന്നെ ഞാൻ കൺസീവായി. ഭയങ്കര അത്ഭുതം. കാരണം വെച്ചാൽ ഹെവി സ്റ്റെറോയിഡ്സ് എടുത്തു, 2 കീമോ, ഞാൻ 3 സൈക്കിൾസ് ഓൾറെഡി എടുത്തു. ഇതെല്ലാം ഇരിക്കുമ്പോഴേ ഞാൻ പ്രഗ്നൻസി പോസിറ്റീവ് എന്ന് വരുന്നത്. കാരണം ഞാൻ വളരെ ടെൻഷൻ, ദൈവം ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചു. ഗൈനിയെ കൊണ്ട് കാണിച്ചപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, ഇത് അബോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എന്നാൽ ഇതൊരു മിറാക്കിൾ ബേബിയാണ്, ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടേഴ്സ് എന്നെ കണ്ടുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, എൻ്റെ മരുന്നിൻ്റെ സ്കീമോ നിർത്തി, സ്റ്റെറോയിഡ്സ് 5 mg ആക്കി. അത്ഭുതം എന്ന് പറയട്ടെ, 9 months
വൈസോൾ പ്രെഡ്നിസോൾ 5 mg എടുത്തിട്ടുണ്ട്. ഞാൻ ഡിസ്പ്രിൻ എടുത്തിട്ടുണ്ട്. 9 months എടുത്തിട്ടുണ്ട്. കുഞ്ഞിനെ കിട്ടത്തില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതാ. ക്ലെഫ് പാലറ്റ് എന്ന് പറഞ്ഞാൽ മുച്ചിരിയൊക്കെ ഉണ്ടാകും ഡോക്ടേഴ്സ് പറഞ്ഞതാ. അത്ഭുതം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ദൈവത്തിൻ്റെ സഹായം കൂടെ ഉണ്ടായിരുന്നുള്ള നോർമൽ ഡെലിവറി അനുഗ്രഹിക്കട്ടെ. ഒരു പെൺ പൈതലിനെ ദൈവം തന്നു. ഇന്ന് അവളുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ജോലിക്ക് അവർക്ക് കയറി. ഇതൊരു അത്ഭുതം. ഇത് രണ്ടാമത്തെ ദൈവം ആ മരണക്കിടക്കയിൽ ശൂന്യതയിൽ സംഭവിക്കത്തില്ല എന്ന് മനുഷ്യൻ വിധിയച്ച സന്ദർഭത്തിൽ ദൈവം തന്നെ ആ വാക്തത്തിൽ രണ്ടാമത്തെ വാക്തത്വമാണ് നിറവേറിയത്. ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നെന്നുള്ളതാണ്. അടുത്തത് നിരന്തരം ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നില്ല. പിന്നെ നിരന്തരം ദേവദാസൻ പറഞ്ഞ പോലെ നിരന്തരം ശരീരം എവിടെയാണ് പൊട്ടുന്നത്, എപ്പോഴാണ് പൊട്ടുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഇങ്ങനെ പൗലോസിന് ശൂലം കൊടുത്തു എന്ന് പറഞ്ഞ പോലെ ഓരോരോ പ്രതിസന്ധികളിലും ഇങ്ങനെ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ 2004 ഭയങ്കരമായിട്ട് എൻ്റെ ഓസ്റ്റിയോപോറോസിസ് ആയി, അസ്ഥി പൊടിയാൻ തുടങ്ങി, അസ്വസ്ഥകൾ കൂടി. അന്നേരം ഡോക്ടേഴ്സിനോട് പറഞ്ഞു ഇനി മേലെ ഹോസ്പിറ്റലും പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, മാക്സിമം കഴിഞ്ഞു. അതിൻ്റെ SLE എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, കണ്ടുപിടിക്കുന്ന ലാസ്റ്റ് സ്റ്റേജില്ല. ഒരുപക്ഷെ അങ്ങനെ രക്ഷപ്പെട്ട് വന്നാലും 2 years മാത്രമേ ലൈഫ് സ്പാനുള്ളൂ. പക്ഷേ ഇവർ ഇത്രയും വർഷം ജീവിച്ചുകൊണ്ട് ഇനി ഒരു രക്ഷയില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല, ഇനിയും ഒന്നും പക്ഷേ ഇത്ര ദിവസം വന്നതും ജീവിച്ചതും തന്നെ എന്തോ ഒരു അത്ഭുത ശക്തി ഇവിടെ പിന്നിലുള്ളത് കൊണ്ടായെന്ന് പറഞ്ഞു. ഇത് സംഭവിക്കുന്നത് 2004 അപ്പോൾ ഭയങ്കര പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ ഒരു സന്ദർഭമായിരുന്നു കേട്ടോ. അപ്പോൾ ആ കഷ്ടതയിലും ദേവദാസിന് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. എങ്ങനെയും കടന്നു പോകണ്ടേ, ഡോക്ടേഴ്സ് കൈവിട്ടു, ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല, ശരീരം ഇങ്ങനെ വളരെ വഷളായിക്കൊണ്ടിരിക്കുന്നു, അസ്ഥി പൊടിയാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു പാട്ട് എഴുതിയത്. നിനക്കറിയാത്ത വഴികളുണ്ട്. അതെ, ഒന്ന് പാടാൻ പറ്റുമോ 4 വരി? നിനക്കറിയാത്ത വഴികളുണ്ട്, നിനക്കറിയാത്ത വഴികളുണ്ട്, നിനക്കറിയാത്ത വഴികളുണ്ട്, നിനക്കറിയാത്ത വഴികളുണ്ട്. കഷ്ടതയധികം വർദ്ധിക്കുമ്പോൾ അനുഗ്രഹമധികം നൽകിയിടുമേ. കഷ്ടത അധികം വർദ്ധിക്കുമ്പോൾ അനുഗ്രഹമധികം നൽകിയിടുമേ. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്, പുതുവഴികൾ അവൻ തുറന്നിടുമേ. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്, പുതുവഴികൾ അവൻ തുറന്നിടുമേ. നിനക്കറിയാത്ത വഴികളുണ്ട്, നിനക്കറിയാത്ത വഴികളുണ്ട്. ഏകദേശം ഒരു 10 വർഷത്തോളം ബെഡേലായിരുന്നു, ബെഡേൽ ആശ്രയിച്ചിരിക്കുക. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആ കുഞ്ഞ് രാവിലെ ഞാനിവിടെയും മീറ്റിങ്ങിന് പോകും. പിന്നെ സുഖമില്ലാത്തതുകൊണ്ട് സഭയെല്ലാം സത്യത്തിൽ കൈവിട്ടി. ഞങ്ങൾക്കധികം സഭയിൽ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ സുഖമില്ലാത്ത കെയർ ഓഫിൽ ഒരു സഭ എടുക്കാനോ ശുശ്രൂഷയ്ക്ക് പോകാനോ ഒന്നും പറ്റിയില്ല. വൈഫിനെ നോക്കുന്നത് തന്നെ ആയിരുന്നു ഒരു ശുശ്രൂഷ. ഏകദേശം 10 വർഷത്തോളം ബെഡിൽ അഭയം പ്രാപിക്കും, എഴുന്നേക്കും, അടുക്കള വരെയൊക്കെ പോകും. പക്ഷേ പുറത്ത് നടക്കാനോ പോകാനോ ജോലി ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ ഒരു ജോലി, അസുഖം വന്നു, ജോലി വിട്ടു, അസുഖം മാറി ഒരു ജോലിക്ക് പോയാൽ കുഴപ്പമില്ല. പക്ഷേ ജോലിയും വിട്ടു, വരുമാനവും നിന്നു. സുഖമില്ലാത്തതുകൊണ്ട് എനിക്കും ഒരു സഭ എടുക്കാനോ അല്ലെങ്കിൽ എനിക്കൊരു ഇൻകത്തിന് ഒരു വഴിയില്ലാതെ എന്നാൽ മാസം 10-25,000 രൂപ മെഡിസിന് വേണം താനും. വാടക, കുഞ്ഞ്, ജീവിതം എല്ലാം കൂടെ നീണ്ട ഒരു 10 വർഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് എങ്ങനെ കടന്നു, എങ്ങനെ താണ്ടി എന്നുള്ളത് ഇപ്പോഴും വലിയ അത്ഭുതമാണ്. രാവിലെ കുഞ്ഞിനെ വാക്കറയിലിടും, അതിനെന്തേലും കൊടുത്തിട്ട് പോകും. വൈകിട്ട് ഞാൻ 5 മണിക്കോ 6 മണിക്കോ കയറി വരുമ്പോൾ കുഞ്ഞ് വാക്കറ കിടക്കുക. അതിനെ ഒന്ന് എടുക്കുവാനോ അതിനെ ആശ്വസിപ്പിക്കാനോ എൻ്റെ വൈഫിന് കഴിയുന്നില്ല. ഞാൻ വൈകുന്നേരത്ത് വരും, വന്നു കാണുമ്പോൾ കുഞ്ഞിനെ കാണുന്നത്. കൊച്ചു കുഞ്ഞല്ലേ, ഇതിന് സംസാരിക്കാനും ചിന്തിക്കാനും അറിവുണ്ടായിരുന്നെങ്കിൽ 100 ചോദ്യം ചോദിച്ചേനെ അത്. പക്ഷെ അത് ആ രാവിലെ മുതൽ അതിൽ തന്നെ കിടക്കുമായിരുന്നു. അങ്ങനെ ആ കുഞ്ഞ് ഒത്തിരി കഷ്ടം സഹിച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞിനെ വന്നെടുത്ത് അവളെ ഒന്ന് നോക്കി
ഒന്ന് ക്ലീൻ ചെയ്ത് ആശ്വസിപ്പിച്ചിട്ട് വൈഫിനിടയ്ക്ക് പോകും. പിന്നെ അവളുടെ കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞ് കിച്ചണിലോട്ട് കയറും. കിച്ചണിലൊന്നും ചെയ്യാൻ അറിയത്തില്ല. ദൈവം എന്നെ വല്ലാതെ പരീക്ഷിച്ചു. വൈഫ് കട്ടിലേ കിടന്ന് ഓരോന്ന് പറഞ്ഞു തരും, ഞാനതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും. അങ്ങനെ 1-2 മാസങ്ങളല്ല, നീണ്ട 10 വർഷത്തോളം ഏകദേശം അങ്ങനെ ഡിപ്പെൻഡബിൾ ലൈഫായിരുന്നു. എനിക്ക് ലൈഫിലൊരു സൂര്യൻ ഉദിക്കുമോ, ഒരു നോർമൽ ലൈഫ് കിട്ടുമോ? ഞങ്ങൾക്കൊരു ഒരു ഒരു സാധാരണ ആൾക്കാരുടെ ലൈഫ് മതി. ഞങ്ങൾക്കൊരു അരിസ്റ്റോക്രാറ്റിക്കൽ ജീവിതം വേണ്ട. വലിയ വലിയ ഉയർച്ചകളും വലിയ നന്മകളൊന്നും ഇല്ല. ഒരു ന്യായമായ ഒരു ഒരു റൈറ്റ്സ് ഞങ്ങൾക്ക് ജീവിക്കാൻ മതി കർത്താവേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച സമയങ്ങളെ ഓർക്കുന്നുണ്ട്. 10 വർഷം കഴിഞ്ഞപ്പം ഒരു ചെറിയ റിലീസ് കിട്ടുന്നത് പോലെ ഞങ്ങൾക്ക് അടുത്ത 10 വർഷം എൻ്റെ വൈഫ് ദൈവത്തോട് പ്രാർത്ഥിച്ചായിരുന്നു, മരണക്കിടക്കയിൽ ഒരു ഇച്ചിരി സമയം തരണം 10 ആത്മാക്കളെ നേടാൻ. നിൻ്റെ സന്നിധിയിൽ വരുമ്പം 10 ആത്മാക്കളുമായിട്ട് വരണം, വെറും കൈയോടെ വരരുത്. ആ പ്രാർത്ഥനയും ദൈവം കേട്ടു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് പല വില്ലേജുകളിൽ കടന്നു പോകാനും, അതും കന്നഡക്കാരുടെയിലെ മിനിസ്ട്രിയാണ്, മലയാളികളാരും ഇല്ല, അവിടുത്തുകാരാണ്. അവരുടെ വീടുകളിൽ കയറി ചെല്ലാനും യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി പറയാനും, വിശേഷാൽ എൻ്റെ വൈഫിൻ്റെ സാക്ഷ്യം, യേശു വിടുവിച്ച സാക്ഷ്യം പറയുമ്പോൾ അനേക രോഗികൾക്ക് സൗഖ്യമാകാനും അനേക പാപികൾ മാനസാന്തരപ്പെടാനും അങ്ങനെ പലരും പ്രാർത്ഥനയ്ക്ക് വരാനും ഒക്കെ ദൈവം അവസരങ്ങളെ ഒരുക്കിയ അടുത്ത 10 വർഷമായിരുന്നു. അങ്ങനെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഒരു സ്വസ്ഥതയുടെ കാലഘട്ടം, ബൈബിൾ പറയുന്നുണ്ട്, ദാവീദിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ യുദ്ധം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്വസ്ഥതയുടെ കാലഘട്ടമായിരുന്നു. സത്യം പറഞ്ഞ ആ ഒരു 10 വർഷം ഒരു ചെറിയ സ്വസ്ഥതയുടെ ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് 8 തൊട്ട് 2009 വരെ പരീക്ഷണങ്ങളുടെ കാലമായിരുന്നു. 2009 തൊട്ട് 2019 വരെ ചെറിയ റിലീഫ് ഉണ്ടായിരുന്ന കാലമാണ്. അങ്ങനെ ചെറുത് പതുക്കെ ഒരിടത്തൊക്കെ ചിലതൊക്കെ നടക്കും, വയ്യ എങ്കിലും ഇച്ചിരി നടക്കും. എവിടെയെങ്കിലും ഒരു കല്ലുണ്ടെങ്കിൽ കല്ലിങ്ങോണ്ടിൽ അവിടെ ഇരിക്കും, പിന്നെ ഇച്ചിരി നടക്കും. അങ്ങനെ പക്ഷേ ദൈവം തന്നെ ഇച്ചിരി സമയം എങ്കിലും ആത്മാക്കളെ നേടുന്ന ഭാരത്തോടെ അങ്ങനെ ഒരു ആത്മാക്കളെ നേടാൻ ദൈവം സഹായിച്ചു. ഒരു പേര് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുന്ന ഇട വന്നു. അങ്ങനെ സുവിശേഷങ്ങൾക്ക് താല്പര്യമുള്ള യൗവനക്കാരെ സഹോദരന്മാരെ നമ്മൾ ബൈബിൾ കോളേജ് വിട്ട് അവരെ പഠിപ്പിച്ചു. അവിടെ ഗ്രാമങ്ങളിൽ അവരെ അയച്ചു. നിർധനരായ പെൺകുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ച് വിടാൻ പറ്റി. അങ്ങനെ ചില കാര്യങ്ങൾ ദൈവം ഞങ്ങളിൽ കൂടി അങ്ങനെ ചെയ്തു. ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ദൈവം അതിൽ നിന്നൊക്കെ ഒത്തിരി റിലീഫ് ദൈവം ഞങ്ങൾക്ക് തന്നെ. ഒരുപാട് ദൈവക്കാരൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കഷ്ടങ്ങളുടെ ഒരു കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ദൈവം വിടുവിച്ച വഴി അത് ഭയങ്കരമായിരുന്നു. നല്ല വ്യക്തികളെയും കുടുംബങ്ങളെയും ശുശ്രൂഷന്മാരൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി അങ്ങനെ ഒത്തിരി റിലീഫ് ചെയ്ത വർഷങ്ങളായിരുന്നു. അടുത്ത 10 വർഷം എന്ന് പറയാൻ 2015 ചെറിയൊരു മൈനർ ഹാർട്ട് അറ്റാക്ക് എനിക്ക് വന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് കാലിന് പ്രശ്നം ഉണ്ടായിരുന്ന ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ 2 കാലും എനിക്ക് ഒരു വർഷം ഫ്രാക്ചറായി. 2017 2018 ഫ്രാക്ചർ എൻ്റെ കാല് വന്നു. ഡോക്ടേഴ്സ് പറഞ്ഞാൽ അധികം നടക്കരുത് ചെയ്യരുതെന്നൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നതാണ്. 2019 അതിവേദനയെ കാലം എനിക്ക് വളരെ ഞാൻ ഭാരപ്പെട്ടു. ഉപസിച്ച് പ്രാർത്ഥിച്ചൊക്കെ നോക്കി, ഒരു രക്ഷയില്ല, ഒന്നിനും വിടുതലോ കിട്ടുന്നില്ല, എനിക്ക് മരുന്നൊന്നും എഫക്റ്റ് ആകുന്നില്ല. അങ്ങനെയാണ് അറ്റ് ലാസ്റ്റ് MRI എടുത്തപ്പോൾ മനസ്സിലായി കാല് 2 മുട്ടും നീ ജോയിൻസും രണ്ടും എനിക്ക് പോയി. ഓസ്റ്റിയോആർത്രൈറ്റിസ് ആയതുകൊണ്ട് തേഞ്ഞു പോയി, 100% ലോസാണ്. ഇത് രണ്ടും മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ 2 ഹിപ്പ് ജോയിൻറ്റ് രണ്ടും AVN എന്ന് പറയും, എ വാസ്കുലർ നെക്രോ, അവിടുത്തെ ടിഷ്യൂസ് എല്ലാം ഡെഡായിപ്പോയി. ഇനി അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതും റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ MRI എടുത്തപ്പോൾ ഉണ്ടല്ലോ, അവിടെ എൻ്റെ യുട്രസിന് എൻ്റെ 5 മുഴയുണ്ടെന്നുള്ള കാര്യം ഉണ്ടത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പെൽവിക് അബ്ഡോമിനൽ സ്കാൻ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ അത് രണ്ടും എടുത്തപ്പോഴാണ് മനസ്സിലാകുന്നത് എനിക്ക് കിഡ്നിയിൽ 5 സ്റ്റോൺ ഉണ്ട്, യുട്രസിൽ 5 മുഴയുണ്ട്, അതുപോലെ തന്നെ അംബിലിക്കൽ ഹേർണിയ 3rd സ്റ്റേജിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ലിവർ ഹെപ്പാറ്റോമെഗ ലിവർ എൻലാർജ് ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു റിപ്പോർട്ട് വന്നു. ഞാൻ കർത്താവ് പറഞ്ഞു, ദൈവമേ നീണ്ട വർഷങ്ങൾ ഇങ്ങനെ ഓരോന്നായി യുദ്ധങ്ങൾ ചെയ്ത് ഞങ്ങൾ വന്നു. ഇനി അടുത്ത ഒരു പീരീഡിലോട്ട് ഞാൻ കടന്നു പോവുകയാണല്ലോ. കർത്താവ് രക്ഷിക്കാതെ, കർത്താവ് നീ കൃപ കൊടുക്കാത്തരാതെ ഒന്നും ചെയ്യാൻ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച സന്ദർഭത്തെ ഓർക്കുന്നു. അറ്റ് ലാസ്റ്റ് ഞാൻ ഒരു ബോൺ സ്പെഷ്യലിസ്റ്റിനെ ഞാൻ കൊണ്ട് ഓർത്തോപീഡീഷ്യനെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കിത് ചെയ്തേക്കാൾ കിഡ്നി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരാൻ പറഞ്ഞു.
അങ്ങനെ ഓക്കെ എന്നാ സ്റ്റോൺ 5 സ്റ്റോൺ ഉണ്ട്. ഞാൻ ഈ കൈ ചില മരുന്നൊക്കെ എടുത്ത് അങ്ങനെ 3 സ്റ്റോണും അങ്ങ് പോയി. രണ്ട് വലുതായിരുന്നു, പോയില്ല. അപ്പോൾ ഒരു URSL എന്ന് പറഞ്ഞ ഒരു കിഡ്നി സ്റ്റോൺ ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു സർജറി ചെയ്തു. DJ സ്റ്റെൻറ്റ് ഇട്ടു. ഇത് 2020 മാർച്ചിലാണ്. അങ്ങനെ സ്റ്റെൻറ്റ് എൻ്റെ ബോഡി അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് തോന്നുന്നു. യൂറോസെപ്സിസ് ആയി, ഭയങ്കര അസ്വസ്ഥത കൂടി. വെന്റിലേറ്ററിലായിരുന്നു ഒരാഴ്ച. ഡോക്ടേഴ്സ് പറഞ്ഞു ഇവരെ കിട്ടത്തില്ല, രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞതാ. അത്ഭുതം എന്ന് പറയട്ടെ. സാക്ഷി ഞാൻ പറഞ്ഞില്ലേ, ദൈവം മരണക്കിടക്കയിൽ പറഞ്ഞ 4 വാഗ്ദത്തങ്ങൾ, 4ാമത്തതാ ദേശവിദേശങ്ങളിൽ കൊണ്ടു ചെല്ലുമെന്ന്. അത് നിറവേറിയിട്ടില്ലല്ലോ. ദൈവം വാക്ക് പറഞ്ഞാൽ വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ ദൈവമാണ്. അവനെ കള്ളം പറയാൻ മനുഷ്യനല്ല. പറഞ്ഞ ഊവെന്ന് പറഞ്ഞാൽ ഊവൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു യൂറോസെപ്സിസായി ഡോക്ടർ രക്ഷപ്പെടുത്തലെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അത്ഭുതം എന്ന് പറയട്ടെ. ഒരാഴ്ച വെന്റിലേറ്ററിലായിരുന്നു. അവിടുന്ന് ദൈവം എന്നെ രക്ഷപ്പെടുത്തി, എന്നെ സൗഖ്യമാക്കി, എന്നെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ടാണ് കോവിഡ് പീരീഡ് ആയതുകൊണ്ട് എല്ലാ തിയേറ്ററിലെ ബന്ധായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഹെർണിയയുടെ അസുഖം കൂടിക്കൊണ്ടിരുന്നു. 2020 നവംബറിലാണ് ഹെർണിയയുടെ അസ്വസ്ഥത കൂടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എമർജൻസി ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ കുടലും ഫാറ്റും തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം എടുത്തിട്ട് പ്ലാസ്റ്റിക് പിന്നെ കുടലിടേണ്ടി വരും എന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ. എമർജൻസി ഓപ്പറേഷൻ ചെയ്തു, ഹെർണിയോട്ടമി ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് വിട്ടു. അങ്ങനെ 2020 അതും കൂടി കഴിഞ്ഞു. 21 ഡിസംബർ ആയപ്പോഴത്തേനുണ്ടല്ലോ കോവിഡ് നിമോണിയ വന്ന് ഭയങ്കര സീരിയസ് ആയിട്ട്. ഞാൻ മൾട്ടിപ്പിൾ ഓർഗൻ പ്രശ്നം ഉള്ളത് കൊണ്ട് എനിക്ക് വാക്സിൻ തന്നിട്ടില്ല, എടുക്കണ്ടെന്ന് പറഞ്ഞത്, അതുകൊണ്ട് എടുത്തിട്ടില്ലായിരുന്നു. കോവിഡ് എനിക്ക് വന്നു. അത് ഭയങ്കര ഞങ്ങൾ ഫാമിലി മൊത്തമായിട്ട് ഞങ്ങളെ അലട്ടിയ ഒരു സന്ദർഭമായിരുന്നു അത്. അന്നേരം നിമോണിയ വന്നിട്ട് ലങ്സ് 30% ലോസ് ആയതാണ്. അന്നേരം വെന്റിലേറ്റർ പോകേണ്ടി വന്നു. ദൈവം അവിടെ നിന്ന് എന്നെ വെടിവെച്ചു എന്ന് പറയാം. അത്ഭുതത്തിൻ്റെ ഇത്രയും ഒരു സൈഡിൽ കഷ്ടതയുടെയും പ്രശ്നങ്ങളുടെയും ദുരിതങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒത്തിരി ഞങ്ങൾ കടന്നുപോയെങ്കിൽ തന്നെ മറുവശത്ത് ആ കോവിഡിൻ്റെ സമയം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളത് കൊണ്ട് കോവിഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വരാതിരിക്കാൻ നമ്മൾ ഒത്തിരി പ്രിക്കോഷൻ എടുത്തിട്ട് പോലും വന്നുള്ളത്. എന്നാൽ ആ വന്ന സമയമാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒത്തിരി ഉണ്ട്. നീ ആശുപത്രി കിടക്കുന്നു, മോൾക്ക് അന്ന് BDSൻ്റെ എക്സാമാണ്, ഫൈനൽ എക്സാമാണ്. അത് ഫൈനലായതുകൊണ്ട് 2 പേഷ്യൻസിനെ കൊണ്ടുപോകണം. അതിന് അവർക്ക് കൊറോണ ടെസ്റ്റ് ചെയ്യണം. ഏകദേശം 9 സബ്ജക്റ്റിന് 10-18 പേരെ കൊണ്ടുപോകണം. പക്ഷേ അതിനൊന്നും ആളെ കിട്ടുന്നില്ല, ആൾ വരുന്നില്ല. രാവിലെ മോളെ ആശുപത്രി കൊണ്ടുവിടണം, ഇപ്പുറത്ത് കോവിഡായിട്ട് മറ്റാശുപത്രിയിൽ വിശ്രമിക്കുന്നു. എല്ലാം കൂടെ ഒരു വല്ലാത്ത ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പരീക്ഷണമായിരുന്നു. പക്ഷെ ദൈവം അവിടെയും സാമ്പത്തികമാകട്ടെ, കൊറോണ ആയിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഇത് മുഴുവനും ഒറ്റയ്ക്ക് നിന്ന് ആ കാര്യം ഫേസ് ചെയ്യാനായിട്ട് സാമ്പത്തികം ഉണ്ടാക്കേണ്ടിടത്ത് അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ പോകേണ്ട അതേ സമയത്ത് ഇപ്പുറത്ത് ഹോസ്പിറ്റൽ ഇവിടെ എല്ലാം കൂടെ ഒരു വല്ലാത്ത പരീക്ഷണത്തിൻ്റെ സമയം. പക്ഷെ അവിടെയും ദൈവം രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊന്നും മരണത്തിൻ്റെ വാക്ക് വരെ വരും, പക്ഷെ ദൈവം വിട്ടുകൊടുത്തില്ല. അതിന് ശേഷമാണ് ദൈവം പിന്നെ 3ാമത്തെ വാഗ്ദത്തവും 4ാമത്തെ വാഗ്ദത്തവും നിറവേറ്റുന്നത്. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എൻകറേജീവായിട്ട് നിൽക്കത്തുള്ളൂ. കാരണം വെച്ചാൽ ആ 98 മരണക്കിടക്കയിൽ പറഞ്ഞ 4 വാക്ക്, കുഞ്ഞിനെ കിട്ടി, അവസാനം 3ാമത്തെ നഷ്ടപ്പെട്ട ദൈവം മടക്കിത്തരുന്നുള്ള പറഞ്ഞ കാര്യം, ദൈവം മടക്കി തന്ന സന്ദർഭങ്ങൾ ഒരുപാട് ദൈവം എനിക്ക് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് കണ്ണിൻ്റെ കാഴ്ച എനിക്ക് പോയിട്ട് ഞാൻ അന്ധയായിട്ട് 2 വർഷം ഉണ്ടായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ. ഇപ്പോൾ എനിക്ക് ദൈവത്തിൽ ഒത്തിരി വിടിവിച്ചു. എനിക്ക് ബൈബിൾ വായിക്കാം, സ്പെക്സ് വെച്ച അടുത്ത് വരെ ഒരു മനുഷ്യനെ കാണാം. അങ്ങനെ ഒരുപാട് ദൈവം എനിക്ക് വിടുതൽ തന്നു. മുടിയാണെങ്കിലും മൊത്തം പോയതാ, ഒരു മുടി പോലും ഇല്ലായിരുന്നു. പ്രാർത്ഥിച്ച് എണ്ണ തേച്ചു, അങ്ങനെ എനിക്ക് ചെറുതായിട്ടൊക്കെ മുടി വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ബോഡി മൊത്തം, എൻ്റെ സ്കിൻ മൊത്തം
മൊത്തം ഇങ്ങനെ ബ്ലാക്കിഷ് ആയതായിരുന്നു. ഒരു ആസിഡ് ഒഴിച്ചാൽ എങ്ങനെ ശരീരമുണ്ട് അതുപോലെ ആയിരുന്നു സ്കിന്നും. ദൈവം എന്നെ സൗഖ്യമാക്കി. സ്കിന്നിൻ്റെ അതെല്ലാം പ്രോബ്ലംസ് ദൈവം എനിക്ക് മാറ്റി തന്നു. അങ്ങനെ ബോൺസ്, ഞാൻ ബെഡ് റിഡൻ ആയിരുന്നു, നടക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ഗൾഫ് മേഖലയിൽ വരാൻ ദൈവം എന്നെ സഹായിച്ചു. യാത്ര ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ നഷ്ടപ്പെട്ട ദൈവം മടക്കിത്തരുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഒരുപാട് മേഖല ദൈവം എന്നെ മേക്കപ്പ് ചെയ്ത് ദൈവം എന്നെ സഹായിച്ചു എന്ന് പറയണം. അങ്ങനെ നാലാമത്തതായിരുന്നു പറഞ്ഞത്, ദേശവിദേശങ്ങളിൽ സാക്ഷിയാകുമെന്നും രണ്ടുപേരും ഒരേ സ്റ്റേജിൽ നിൽക്കുമെന്നുള്ളത്. അങ്ങനെ അത്ഭുതം എന്ന് പറഞ്ഞാൽ 2023 അങ്ങനെ വിദേശത്ത് വരുവാനും സാക്ഷ്യം പറയാൻ ദൈവം സഹായിച്ചു. മാനസികമായിട്ട് നടക്കാൻ കഴിയത്തില്ല, എനിക്ക് സ്റ്റെയർസ് ഒന്നും കയറാൻ പറ്റത്തില്ല. ഇച്ചിരി ദൂരമൊക്കെ എനിക്ക് ചെറുതായിട്ടൊക്കെ നടക്കാം, പക്ഷേ എങ്കിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അത്ഭുതമായിട്ട് ഞാൻ ഗൾഫിൽ വന്നത് സ്തോത്രം വീൽ ചെയറിലല്ല. ഒറ്റ വാക്കിയതിന് പിൻപിൽ എനിക്ക് പറയാനുള്ളൂ, ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര മാനുഷികമായിട്ട് അസാധ്യമാണെങ്കിലും ഒന്നുകൊണ്ട് ഒരു ടെക്നിക്കലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ദൈവമാണോ അത് പറഞ്ഞത്, നിശ്ചയമായിട്ട് അതിനുവേണ്ടി എന്ത് റിസ്ക്കും എന്ത് ടാസ്കും ദൈവം എടുക്കുന്നുള്ള സത്യമായ കാര്യമാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. അങ്ങനെ മരണക്കിടക്കയിൽ പറഞ്ഞ 4 വാഗ്ദത്തങ്ങളും പ്രോമിസും ദൈവം എനിക്ക് നിറവേറ്റി തന്നു. 4ാമത്തെ വാഗ്ദത്തം നിറവേറാൻ 25 years എടുത്തു ഉള്ളതാണ്. ഇന്ന് ഞാൻ പറയട്ടെ, 98 നവംബർ 12 24 മണിക്കൂർ പറഞ്ഞത് 24ാമത്തെ വയസ്സിൽ. ഇപ്പോൾ ഞാൻ പറയട്ടെ 23 ഞാൻ ഇന്ന് UAE ഇരുന്നുകൊണ്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, 25 വർഷം എടുത്തു ഈ വാഗ്ദത്തം നിറവേറാനായിട്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം വാഗ്ദത്തം തരുമ്പോൾ ശൂന്യതയിൽ നിന്നാ തരുന്നേ. ഒരു സാധ്യതകളുമില്ല, ഒന്നുകൊണ്ടും നടക്കത്തില്ലെന്ന് പറയുന്ന ശൂന്യമായ മണ്ഡലത്തിലാണ് ദൈവം നമ്മളോട് വാക്ക് പറയുന്നത്. ആ വാഗ്ദത്തം നിറവേറാൻ സമയം എടുത്തുന്നിട്ട് ദൈവം പറയുന്നത് കള്ളമെന്ന് പറയരുത്, അത് ആകത്തില്ലെന്ന് നീ ചിന്തിക്കരുത്, വിശ്വസിക്കുക, അത് മാത്രം ചെയ്യുക. കാരണം 25 വർഷം എടുത്തു എന്നെ ഈ ലെവലിലേക്ക് ദൈവം കൊണ്ടെത്തിക്കാൻ. കുശവൻ ഒരു പാത്രം പൂർത്തീകരിക്കാതെ എങ്ങനെ അത് സെയിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റും, പൂർത്തീകരിക്കണ്ടേ? അതുകൊണ്ട് ആ നീണ്ട അത്രയും വർഷങ്ങൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയുന്നത് ഇതാ തന്നെ, നീണ്ട വർഷമായിട്ട് കഷ്ടങ്ങളാണ്, പ്രതിസന്ധികളാണ്. പക്ഷേ ഞാൻ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവം താൻ നിൽക്കുന്നു, ഞാൻ ചെയ്യുന്നു, കൊടുക്കുന്നു, എല്ലാം ശരി തന്നെ. പക്ഷെങ്കിൽ കഷ്ടം മാറുന്നില്ല, പ്രതിസന്ധി മാറുന്നില്ല, വാഗ്ദത്തം നിറവേറുന്നില്ല എന്ന് മാത്രം നിങ്ങൾ പറയല്ലേ. കാരണം വെച്ചാൽ നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയം എന്നുള്ളതാണ്. അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടോ അത് നിവർത്തിക്കാൻ അത് ശക്തനായ ദൈവമാണ്. സമയമെടുക്കട്ടെ, അവൻ്റെ സമയത്ത് അത് ചെയ്തിരിക്കും. അത് നന്നായി ചെയ്യുന്ന ദൈവമാണ്, അടുക്കും ചിട്ടിക്കും ചെയ്യുന്ന ദൈവമാണ്, അത്ഭുതങ്ങളുടെ മന്ത്രി ആ ദൈവമാണ്. അതെൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ വിശ്വസ്തനാണ്. പക്ഷേ പിറുപിറുത്ത് പോകരുത്, പിന്മാറ്റ ചിന്തകൾ വന്നു പോകരുത്, നെഗറ്റീവ് തോട്ട്സ് വന്നു പോകരുത്, ഒരു അടി പോലും പോയി പോകരുത്. ഇത് ഞാൻ നിങ്ങളോട് എൻകറേജ് ചെയ്ത് ഒരു വാക്കും പറയാൻ ഞാൻ ആഗ്രഹിക്കട്ടെ. കഷ്ടത അനുഭവിക്കാൻ നിന്റെ മേലും നിന്റെ കുടുംബത്തിൽ കോൺഫിഡൻസ് ദൈവത്തിന് ഉണ്ടായിരുന്നു. ആ ഒറ്റ കോൺഫിഡൻസിലാണ് ദൈവം നിന്നെ പ്രതിസന്ധിയിൽ കൂടി കടത്തിവിട്ടത്. നീ ജയിക്കും, നീ രക്ഷപ്പെടും, നീ ഉണർന്നു വരും, നീ ഒരു ചരിത്രമായിട്ട് മുൻപോട്ട് വരും, ദൈവനാമത്തിൽ ഇവിടെ നിൽക്കും, അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ദൈവത്തിന് നല്ല കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ദൈവം പ്രതിസന്ധിയിൽ കൂടി വിടുന്നത്. അത് നിന്നെപ്പറ്റി കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ദൈവത്തിന് നിന്നെപ്പറ്റി കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഞാൻ നിൽക്കും, ഞാൻ ചെയ്യും, ഞാൻ ഇരിക്കും, ഞാൻ പിന്മാറിപ്പോകത്തില്ല, ദൈവം എന്തെല്ലാം പ്രതിസന്ധിയിൽ കൂടി വിട്ടാലും ഞാൻ ജയിച്ച് കാണിച്ചു കൊടുക്കുന്നുള്ള പ്രൂവ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനാൽ നിങ്ങൾ ഒരുക്കട്ടെ. ശൂന്യതയിൽ പറഞ്ഞ ആ ഒരു വാഗ്ദത്വം ഇത്രയും വർഷം എടുത്തു, പക്ഷെ ദൈവം അത് കൃത്യമായി ചെയ്തു എന്നുള്ളതാണ്. ബൈബിളിലൊരു വാക്യമുണ്ട്, നാം അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ഏത് സാഹചര്യത്തോടെ കടത്തിവിട്ടാലും എത്ര സമയമെടുത്താലും ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളത് ഒരാളുടെ അനുഭവത്തിലൂടെയല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ അനുഭവങ്ങളിലൂടെ ഇന്നും യേശു ജീവിക്കുന്നു. യേശു ചരിത്രത്തിൽ വന്നു പോയ ഒരാളല്ല. യേശു ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്, ഇന്നും പ്രവർത്തിക്കുന്നു, ഇന്നും രക്ഷിക്കുന്നു, ഇന്നും സൗഖ്യമാക്കുന്നു, ഇന്നും വിടുവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമമായ ഒരു സാക്ഷ്യമാണ് നിങ്ങൾ ഇത്രയും സമയം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു സെക്കൻഡ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സമയത്ത് ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണറുകളാലുള്ള സൗഖ്യം അവരുടെ മേൽ വ്യാപരിക്കണമേ. ആരെങ്കിലും ശാരീരികമായി മാനസികമായി പ്രയാസത്തിലിരിക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം, വിടുതലിൻ്റെ സാന്നിധ്യം അവരിൽ തൊടുകയും ഈ സാക്ഷ്യം ഒരു സാക്ഷ്യത്തെ ഉളവുമാക്കുമാർ ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് ഈ സമയം
പരിശുദ്ധാത്മാവ് ചെയ്തിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വന്ദനം. ദൈവം നിങ്ങളെ